Hello, good evening. Hello, am I audible? പറയൂ. കേൾക്കുന്നുണ്ടോ? ഓക്കെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ലേറ്റ് ആക്കണ്ട, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സോഷ്യൽ സൈക്കോളജിയാണ് എടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു? സോഷ്യൽ സൈക്കോളജി എന്താണെന്നും ജസ്റ്റ് ഒരു ഡെഫിനിഷൻ അല്ലെ, ഡെഫിനിഷനും എന്താണ് ആക്ച്വലി അതിന്റെ സോഷ്യൽ സൈക്കോളജിയുടെ ഹിസ്റ്ററി എന്നുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ ആറ്റിറ്റ്യൂഡ് എന്താന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇവാലുവേഷൻ, അത് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആയിട്ടാവാം, വാട്ട് എവർ നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. സോ നമുക്ക് ആറ്റിറ്റ്യൂഡിന് കൂടുതലായിട്ട് പഠിക്കാം അല്ലെ. ആറ്റിറ്റ്യൂഡിന് 3 കമ്പോണൻസ് ഉണ്ട്. ആറ്റിറ്റ്യൂഡിന് 3 കമ്പോണൻസ് ഉണ്ട്. ബിഹേവിയർ കമ്പോണൻസ് ആണ് ആറ്റിറ്റ്യൂഡിനുള്ളത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് എന്താന്നുള്ളത് നോക്കാം. This refers to behavioral component എന്താ പറയുന്നത്? This refers to our predisposition to act or behave in a particular way toward an object, person or a situation. Okay, behavioral component എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ് എങ്ങനെ ഒരു പെർട്ടിക്കുലർ വേയിൽ ബിഹേവ് ചെയ്യണം അല്ലെ. ഒരു ഒബ്ജക്റ്റിനോടാവാം, അല്ലെങ്കിൽ ഒരു പേഴ്സണോടാവാം, ഒരു സിറ്റുവേഷനോടാവാം, എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അവിടെ ആക്ട് ചെയ്യണം എന്നുള്ളൊരു കമ്പോണന്റിനെയാണ് നമ്മൾ ബിഹേവിയറൽ കമ്പോണന്റ് എന്ന് പറയുക. ഇറ്റ് റെപ്രസെന്റ് അവർ ടെൻഡൻസി ടു റെസ്പോണ്ട് ഓർ റിയാക്ട് ഇൻ എ സർട്ടൻ വേ ബേസ്ഡ് ഓൺ അവർ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ ബേസിൽ നമ്മൾ ബിഹേവ് ചെയ്യണതിനാണ് എന്ത് പറയാ? ബിഹേവിയറൽ കമ്പോണന്റ് എന്ന് പറയാം. ആറ്റിറ്റ്യൂഡ് നമുക്ക് അറിയാം ഇവാലുവേഷൻ ആണ് നമുക്കറിയാം അല്ലെ. സോ അതിന് തന്നെ ബിഹേവിയറൽ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ ആ ആറ്റിറ്റ്യൂഡിനോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണു എന്നുള്ളതാണ്. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഇഫ് someone has a positive attitude toward fitness, they are more likely to engage in activities like jogging or going to the gym. അപ്പോൾ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ഫിറ്റ്നസ്, നമ്മൾ ഹെൽത്ത് ഭയങ്കര ഫിറ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിനോട് ഒരാളുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആണെങ്കിൽ അയാൾ ബിഹേവിയറലി എങ്ങനെയാണ് അത് ചെയ്യുക? അയാൾ എപ്പോഴും ജോഗിങ്ങിന് പോകും അല്ലെങ്കിൽ അയാൾ എപ്പോഴും ജിമ്മിനൊക്കെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് അയാൾ അത് ബിഹേവിയറലി എക്സ്പ്രസ് ചെയ്യണത്. മനസ്സിലായോ? അപ്പൊ ബിഹേവിയറൽ കമ്പോണന്റ് എന്താന്ന് ക്ലിയർ ആയോ? ഒരു ആറ്റിറ്റ്യൂഡിനെ നമ്മൾ ബിഹേവിയറലി എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ആക്ട് ചെയ്യുന്നതിനെയാണ് ബിഹേവിയറൽ കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആറ്റിറ്റ്യൂഡ് 3 തരത്തിലുണ്ട്. ബിഹേവിയറൽ ആയിട്ടുള്ളതുണ്ട്, എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ആയിട്ടുള്ളതുണ്ട്, ദെൻ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിലീഫ്സ് അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ബിഹേവിയറിൽ എങ്ങനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലായല്ലോ. എക്സാമ്പിൾ ആയിട്ട് നോക്കി നോക്കൂ. നമ്മൾ ഒരു കാര്യത്തിനോട്, ഒരു കൺസെപ്റ്റിനോട് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാകുമ്പോൾ നമ്മൾ ആ രീതിയിൽ ബിഹേവ് ചെയ്യും അല്ലെ. ഇനിയിപ്പോ നമുക്ക് ഫിറ്റ്നസിനോടൊന്നും അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, ജിമ്മിനൊന്നും പോയിട്ടല്ല നമ്മൾ ഹെൽത്തി ആവുക എന്ന് പറയുന്ന കുറച്ച് പേരുണ്ടാവുമായിരിക്കും അല്ലെ. അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ടൊന്നും ഹെൽത്തി ആവില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കും? നമ്മൾ പോവില്ല, നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യും. അപ്പൊ അതാണ് ബിഹേവിയറൽ കമ്പോണന്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ബിഹേവിയറൽ കമ്പോണന്റ് ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയൂ. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആണ്. സോ നമ്മൾ നെക്സ്റ്റ് പോവാണ് എഫക്റ്റീവ് കമ്പോണന്റ്. എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇമോഷണൽ ആസ്പെക്റ്റിനെയാണ് കേട്ടോ നമ്മൾ എഫക്റ്റീവ് എന്ന് പറയാം. എപ്പോഴും എഫക്റ്റീവ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ്? ഇമോഷൻ. എഫക്റ്റീവിന്റെ വേറൊരു പര്യായ പദമായിട്ട് നമുക്ക് ഇമോഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ദിസ് കമ്പോണന്റ് ഇൻവോൾവ്സ് ദ ഇമോഷണൽ ആസ്പെക്ട് ഓഫ് എൻ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, മറ്റേ നമ്മൾ ബിഹേവിയറൽ ആസ്പെക്ട് ആണ്. ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതായിരുന്നു. ഇനി ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ ഇമോഷണലി നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഹൗ വി ഫീൽ അബൌട്ട് ദ ഒബ്ജക്ട് ഓഫ് ദി ആറ്റിറ്റ്യൂഡ്. ആ ഒരു ഒബ്ജക്റ്റിനോടുള്ള നമ്മുടെ ഫീൽ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. ദീസ് ആർ ദ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഫീലിംഗ്സ് അസോസിയേറ്റഡ് വിത്ത്. അത് എങ്ങനെയാവാം? നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് someone ഫീൽസ് ഹാപ്പി ആൻഡ് enthusiastic അബൌട്ട് their ജോബ്. ഇപ്പൊ എൻ്റെ ഒരു ജോബുമായിട്ട് എനിക്ക് എങ്ങനെയാണ് ഭയങ്കര ഹാപ്പി, ഭയങ്കര enthusiastic ആണ് ഞാൻ എൻ്റെ ജോബുമായിട്ട് എന്നുണ്ടെങ്കിൽ, ദാറ്റ് പോസിറ്റീവ് ഫീലിംഗ് റിഫ്ലെക്ട്സ് ദ എഫക്റ്റീവ് കമ്പോണന്റ് ഓഫ് their attitude toward their job അല്ലെ. അപ്പോ ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് എൻ്റെ എന്തില്, എൻ്റെ ആറ്റിറ്റ്യൂഡ്, ആ ജോബിനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡിൽ അത് കാണും ഇല്ലേ. അപ്പൊ നോക്കി നോക്കൂ,
എനിക്കിപ്പോ നിങ്ങളെ പഠിപ്പിക്കാൻ യാതൊരു ആഗ്രഹമില്ല, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ ഒരു സന്തോഷവും ഇല്ല, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയോ ഒരു enthusiasm ഒന്നുമില്ല എന്നുണ്ടായിരുന്നുവെങ്കിൽ എന്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമായിരിക്കും. ഈ ഒരു ജോബിനോട് ഭയങ്കര മോശമായിരിക്കും. ഞാൻ മേ ബി പ്രിപ്പയർ ആയിട്ട് വരില്ല, അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് സമയത്തിന് കയറില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ മാക്സിമം മനസ്സിലാക്കി തരണം എന്നുള്ള ഒരു ഉദ്ദേശം എനിക്ക് ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ എടുത്തു പോവുമായിരിക്കും അല്ലെ. സോ അതാണ് എന്റെ ഇമോഷണൽ കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമോഷണലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിൽ, ഭയങ്കര enthusiastic ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്റെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആണ്. ഈ ജോബിനോടുള്ള എന്റെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആണ്. അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമ്മൾ ഭയങ്കര ഹാപ്പി ആയി enthusiastic ആയി എന്ന് പറയാം. ക്ലിയർ? സോ എഫക്റ്റീവ് കമ്പോണന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ബിഹേവിയറൽ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ ആക്ട് ചെയ്യുന്നു. അതായത് ഇപ്പോ എന്റെ ജോബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ബിഹേവിയറിൽ ഞാൻ എങ്ങനെ ആക്ട് ചെയ്യാണ്, ഞാൻ ഫുള്ളി പ്രിപ്പയർ ആയി നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല ഗ്രൂം ഒക്കെ ചെയ്ത് ഞാൻ എല്ലാം സെറ്റ് ആയിട്ട് നമ്മൾ ഇതിനു വേണ്ടി ഇരിക്കുന്നു അല്ലെ, ജോബിന് വേണ്ടിയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ബിഹേവിയറൽ കമ്പോണന്റ്. ഞാൻ എഫക്റ്റീവ് കമ്പോണന്റിലോട്ട് വരികയാണെങ്കിലോ, എന്റെ ആ ഒരു ഫീലിങ്ങും എന്റെ ഒരു എന്തൂസിയാസവും എന്റെ ഹാപ്പിയും ഒക്കെ നിങ്ങൾക്ക് എന്റെ ക്ലാസ്സിൽ കിട്ടും അല്ലെ. എന്റെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നെങ്കിൽ. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നെങ്കിൽ ഞാൻ അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് തട്ടിമുട്ടി ക്ലാസ് എടുക്കുമായിരുന്നു. സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ബിഹേവിയറൽ കമ്പോണന്റും എഫക്റ്റീവ് കമ്പോണന്റും. ഓക്കെ, ഒന്ന് ബിഹേവിയറിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം, ഒന്ന് നമ്മൾ ഇമോഷണലി നമ്മൾ ആ ആറ്റിറ്റ്യൂഡിനെ എക്സ്പ്രസ് ചെയ്യണം. വാട്ട് എവർ ഇറ്റ് ഈസ്, പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. ദെൻ തേർഡ് വൺ ആണ് കോഗ്നിറ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ തോട്ട് ബേസ്ഡ് ആസ്പെക്ട്. മറ്റേത് എന്തായിരുന്നു, ഇമോഷണൽ ആസ്പെക്ട്, മറ്റേത് ബിഹേവിയർ അല്ലേ. ഇതെന്താണ്, തോട്ട് ബേസ്ഡ് ആസ്പെക്ട് ആണ്. നമ്മുടെ ചിന്തകൾ ഓഫ് എൻ ആറ്റിറ്റ്യൂഡ് എൻകമ്പോസിങ് അവർ ബിലീഫ്, ഐഡിയാസ് ഓർ നോളേജ് അബൌട്ട് ദ ഒബ്ജക്ട്. എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. If a person believes that exercising regularly is beneficial for health, this belief forms the cognitive component of their attitude toward exercise. അപ്പോൾ ഒരാൾ വിശ്വസിക്കുകയാണ് എന്ത്, എക്സസൈസ് ചെയ്യുന്നത് ഹെൽത്തിന് നല്ലതാണെന്ന് ഒരാൾ വിശ്വസിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ ഒരു വിശ്വാസം അല്ലെ, അയാളുടെ ചിന്ത, ആ ഒരു തോട്ട് എന്ന് പറയുന്നത് എന്താണ്, അയാളുടെ എക്സസൈസിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിന് പോസിറ്റീവ് ആക്കി അല്ലെ. ദിസ് ബിലീഫ്, ആ ഒരു ബിലീഫ് എന്ത് ചെയ്തു, ഫോംസ് ദ കോഗ്നിറ്റീവ് കമ്പോണന്റ് ഓഫ് ദിയർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ് എക്സസൈസ്. അപ്പൊ ആ ഒരു എക്സസൈസിനോടുള്ള അയാളുടെ ആറ്റിറ്റ്യൂഡ് അത് ഫോം ചെയ്യാണ്. ക്ലിയർ ആണോ? കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, തോട്ട് ബേസ്ഡ് ആയിട്ടുള്ള ആസ്പെക്ട്. നമ്മുടെ ബിലീഫ് ആവാം, ഐഡിയ ആവാം, നമ്മുടെ നോളേജ് ആവാം. ഇപ്പോൾ എൻ്റെ ഒരു നോളേജ് ആണ് ഹെൽത്ത്, എക്സസൈസ് ചെയ്യാന്നുള്ളത് ഹെൽത്ത് കൂട്ടും എന്ന് എനിക്കൊരു നോളേജ് ഉണ്ട്, ഒരു അറിവുണ്ട് എൻ്റെ കയ്യിൽ എന്നുണ്ടെങ്കിൽ, അപ്പൊ എന്റെ ആറ്റിറ്റ്യൂഡ് എന്താ, പോസിറ്റീവായി അതിനോട് അല്ലെ. ഈ നേരം മറിച്ച് ഞാൻ വിശ്വസിക്കുകയാണ്, മൈ ബിലീഫ് ഈസ് ദാറ്റ് എക്സസൈസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഹെൽത്തിനൊന്നും വരാൻ പോകുന്നില്ല, ഹെൽത്തിൽ കാര്യമായിട്ടൊരു മാറ്റമില്ല, ചിലപ്പോൾ ഹെൽത്തും കൂടെ എക്സസൈസ് ചെയ്താൽ പോകും എന്നുള്ളൊരു ബിലീഫോടെയാണ് ഞാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ എന്റെ ആറ്റിറ്റ്യൂഡ് എന്തായി, നെഗറ്റീവായി എന്നുള്ളതാണ്. ക്ലിയർ? സോ കോഗ്നിറ്റീവ്, ഇമോഷണൽ ആയിട്ടുള്ളത്, എഫക്റ്റീവ് ആൻഡ് ബിഹേവിയറൽ. 3 കമ്പോണന്റ് വൃത്തിക്ക് ക്ലിയർ ആയോ? യെസ് ഓർ നോ പറ. ആർക്കെങ്കിലും കുഞ്ഞു ഡൗട്ട് എങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. നമുക്ക് എല്ലാം പക്ക 28 ആൾക്കാരുണ്ടെങ്കിൽ 28 ആളുടെ നമ്മൾ വൃത്തിക്ക് എടുത്തിട്ട് പോവുള്ളൂ. സോ നിങ്ങൾ പറ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് 3 തമ്മിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യായിരുന്നു. പറയൂ, യെസ് ഓർ നോ. കോഗ്നിഷൻ കമ്പോണൻസ് ഒന്നുകൂടെ പറയാം. ഓക്കെ, കോഗ്നിഷൻ അല്ലെങ്കിൽ എന്താണ്, വാട്ട് ഈസ് ആക്ച്വലി കോഗ്നിറ്റീവ് കമ്പോണന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ തോട്ട് അല്ലെങ്കിൽ നമ്മുടെ ബിലീഫ്, നമ്മുടെ ഐഡിയ, നമ്മുടെ നോളേജ്, ഇതെല്ലാം എന്താണ്, കോഗ്നിറ്റീവ് ആണ്. കോഗ്നിറ്റീവ് എന്നുള്ള ഒരു വേർഡിലേക്ക് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. സോ ഈ കാര്യങ്ങളെല്ലാം കൂടെ ഒരു ഒബ്ജക്റ്റിനോടുള്ള നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്, ഒരു ഒബ്ജക്റ്റിനോടുള്ള ബിലീഫ് എന്ന് പറയുന്നതും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ എന്ത് ചെയ്യേണ്ടത്, ആറ്റിറ്റ്യൂഡിന്റെ ഒരു കമ്പോണന്റ് ആണ്. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ വിശ്വസിക്കുകയാണ്, എൻ്റെ ഒരു വിശ്വാസമാണത്, ഹെൽത്ത് അല്ലാതെ എക്സസൈസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എക്സസൈസ് ചെയ്താലുള്ള ഹെൽത്തും കൂടെ പോകുന്നതാണ് ഞാൻ വിശ്വസിച്ച് വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും, എക്സസൈസിനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ദെൻ ഞാൻ എന്താണ് വിശ്വസിക്കുകയാണ്, നേരെ മറിച്ച് ഞാൻ വിശ്വസിക്കുകയാണ്, അല്ല എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്ത് സൂപ്പർ ആയിരിക്കും, അടിപൊളിയായി ഹെൽത്ത് കിട്ടും എന്നാണ് എൻ്റെ ബിലീഫ് എന്നുണ്ടെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും, ടുവേർഡ്സ് എക്സസൈസിനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അവിടെ എൻ്റെ കോഗ്നിറ്റീവ് കമ്പോണന്റ് ആണ് കളിക്കുന്നത് അല്ലെ. എൻ്റെ ബിലീഫാണ് അവിടെ ആറ്റിറ്റ്യൂഡിനെ
മാറ്റുന്നത്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാക്കുന്നത് ആരാണ്? എന്റെ ബിലീഫാണ്, അല്ലെങ്കിൽ എന്റെ ഐഡിയ ആണ്, അല്ലെങ്കിൽ ഞാൻ പണ്ട് പഠിച്ചു വെച്ചിട്ടുള്ള ഒരു നോളേജ് ആണ് എന്നെ ഏത് ആറ്റിറ്റ്യൂഡ് ആണ് കൊടുക്കേണ്ടത്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊടുക്കണോ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് എന്റെ അവിടുത്തെ എന്റെ ബിലീഫും എന്റെ ഐഡിയ ആണ്. ക്ലിയർ? ക്ലിയർ ആണോ? യെസ്. ഓക്കെ. ആദർശ് രാജൻ ക്ലിയർ ആണോ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, അതായത് രണ്ടും പേരാട്ടോ. ഇനിയിപ്പോ നമ്മൾ കോഗ്നേറ്റീവ് കമ്പോണന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു എക്സസൈസിനോടുള്ള എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസം എന്താവാം? പോസിറ്റീവ് ആവാം, അല്ലെ? അങ്ങനെയും വരാം. അപ്പൊ എന്തായാലും കോഗ്നേറ്റീവ് കമ്പോണന്റിൽ നമ്മുടെ ഐഡിയ, നമ്മുടെ ബിലീഫ്, നമ്മുടെ നോളേജ്, ഈ മൂന്നുമാണ് കളിക്കുന്നത്. ഈ മൂന്നിന്റെയും ബേസിലാണ് അത് പോസിറ്റീവായിട്ട് നമ്മൾ ആറ്റിറ്റ്യൂഡ്, ആ ഒരു ഒബ്ജക്റ്റിനോട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിക്കണോ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ബിലീഫ്, നമ്മുടെ ഐഡിയ, നമ്മുടെ നോളേജ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അത് കോഗ്നേറ്റീവ് കമ്പോണന്റ്. ഓക്കെ, ക്ലിയർ ആയി അല്ലേ? ഓക്കെ, സോ 3 കമ്പോണൻസ് നമ്മൾ പഠിച്ചു. ബിഹേവിയറൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും പറയാണ്, നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ്ലി ബിഹേവ് ചെയ്യും, നെഗറ്റീവ്ലി ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്ലി ബിഹേവ് ചെയ്യും. ഇനി എഫക്റ്റീവ് കമ്പോണന്റ് ആണ്. പോസിറ്റീവ് ഇമോഷൻ ആണ് എനിക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ജോബിനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡും പോസിറ്റീവ് ആയിരിക്കും, അല്ലെ? ഇനി നെഗറ്റീവ് ഇമോഷൻ ആണ് എനിക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ജോബിനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആയിരിക്കും. എനിക്ക് ആ ഒരു വലിയ സുഖമില്ല, എനിക്ക് ഭയങ്കര ബോറിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ജോബിനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ദെൻ കമ്പോണൻസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ബിലീഫാണ് എനിക്കുള്ളത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു വിശ്വാസമാണ് എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ആ ഒരു സംഭവത്തിനോട് കാണിക്കുക. ഇല്ല, എൻ്റെ നോളേജ് അല്ലെങ്കിൽ എൻ്റെ ഐഡിയ അല്ലെങ്കിൽ എൻ്റെ ബിലീഫ് ഒക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നോളേജ് ആണ് എനിക്കത് തന്നിട്ടുള്ളത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നടക്കാൻ പോവുക എന്നുള്ളൊരു തോട്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസമാണ് എനിക്കുള്ളതെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനോട് എന്തായിരിക്കും? നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. സോ നമ്മൾ 3 കമ്പോണൻസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കി നോക്കൂ. കോഗ്നിറ്റീവ് കമ്പോണന്റ് അല്ലേ? ഐ ലൈക്ക് എക്സ് ബ്രാൻഡ് കാർസ്. ഒരു എക്സ് ബ്രാൻഡ് കാർസ് ബിക്കോസ് ദേ ഗിവ് മോർ ദാൻ 20 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ഓൺ പെട്രോൾ. ഓക്കെ, അപ്പൊ എന്റെ വിശ്വാസമാണ് അത്, അല്ലെ? അതുകൊണ്ട് എനിക്ക് എന്തായി? ആ കാർ ഇഷ്ടപ്പെട്ടു. എനിക്കൊരു വിശ്വാസം ഉണ്ട്, അല്ലെങ്കിൽ എനിക്കറിയാം, അല്ലെങ്കിൽ എനിക്കൊരു നോളേജ് ഉണ്ട്. എന്നോട് പണ്ട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഇന്ന കാറിന് 20 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ഉണ്ട്. സോ അതെന്താണ്? അതുകൊണ്ട് എനിക്ക് ആ കാർ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് ആ കാർ പോസിറ്റീവായി. എനിക്ക് ഓൾറെഡി ഒരു നോളേജ് അല്ലെങ്കിൽ എനിക്കൊരു ഐഡിയ ഉണ്ട് ആ കാറിനെ കുറിച്ച്, അല്ലെങ്കിൽ എനിക്ക് ആ കാറിനെ കുറിച്ച് ഒരു ബിലീഫ് ഉണ്ട്. അതായത് കോഗ്നിറ്റീവ് കമ്പോണന്റ് ആണ് അവിടെ കളിക്കുന്നത്. ഓക്കെ, ഇനി എഫക്റ്റീവ് കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി നോക്കൂ. ഐ ലൈക്ക് എക്സ് ബ്രാൻഡ് കാർസ് ബിക്കോസ് ഇറ്റ് ഗിവ്സ് പ്ലഷർ ആൻഡ് പ്രസ്റ്റീജ്. ഇവിടെ നമുക്ക് ഇമോഷൻ ആണ്, അല്ലെ? എനിക്ക് ആ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഭയങ്കര പ്രസ്റ്റീജ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്ലഷർ തരുന്നുണ്ട്. ആ കാറിൽ ഇരുന്ന് പോവാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രസ്റ്റീജ് ആണ്, അതുകൊണ്ട് എനിക്ക് ആ കാർ ഇഷ്ടമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ഇമോഷൻ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. മറ്റേ നമ്മുടെ നോളേജ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബിലീഫ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, അല്ലെ? ഇനി ബിഹേവിയറൽ കമ്പോണന്റ് നോക്കൂ. ഐ ലൈക്ക് എക്സ് ബ്രാൻഡ് കാർസ് ബിക്കോസ് ഐ ഹാഡ് പ്രീവിയസ്ലി ഓൺഡ് ആൻഡ് ഡ്രിവൺ ദം ആൻഡ് ഫെൽറ്റ് കംഫർട്ടബിൾ ഡ്രൈവിംഗ് ദ സെയിം. ബിഹേവിയർ കമ്പോണന്റ് നോക്കി നോക്കൂ. എനിക്ക് ഓൾറെഡി അങ്ങനത്തെ കാർ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ആ കാർ ഇഷ്ടമാണ്. അയാൾക്ക് അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ആ കാർ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. ഈ എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, സോ ഫസ്റ്റ് വണ്ണില് കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു ബിലീഫ് ആണ് അയാളുടെ. രണ്ടാമത്തേത് അയാൾക്ക് ആ കാറിനോടുള്ള ഒരു ഇമോഷൻ ആണ്. മൂന്നാമത്തേത് അയാൾക്ക് ഒരു ബിഹേവിയർ, അല്ലെ? അയാൾക്ക് ആ കാറിൽ നിന്ന് അയാൾക്ക് കിട്ടിയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ പറയുന്നത്. സോ നെക്സ്റ്റിലോട്ട് നമുക്ക് പോവാം. ക്ലിയർ അല്ലേ? എക്സാമ്പിൾ ഡൗട്ട് ആയോ? പറയൂ. എക്സാമ്പിൾ ഡൗട്ട് ആയോ? Yes or no? Tell me, yes or no? ഡൗട്ട് ആയി ആണോ? പറ, ഒരാൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യായിരുന്നു. ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. സോ നമുക്ക് നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യാം. അവിടെ 2 ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആണ് നമ്മൾ കാണുന്നത്, അല്ലെ? ആറ്റിറ്റ്യൂഡിന് നമുക്ക് എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡും ഉണ്ട്. എന്തൊക്കെയാണ്?
എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡും ഉണ്ട്, ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. സോ നമുക്ക് നോക്കാം വാട്ട് ഈസ് എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ്. ഒന്ന് വായിച്ചു നോക്കൂ. എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് ആർ ദ വൺസ് വേർ ആർ കോൺഷ്യസ്ലി, അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, കോൺഷ്യസ്ലി, അല്ലെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചോ, കോൺഷ്യസ്ലി അവെയർ ഓഫ് ആൻഡ് ക്യാൻ ഈസിലി എക്സ്പ്രസ്. എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺഷ്യസ്ലി അവെയർ ആണ് ആൻഡ് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. നമ്മൾക്ക് കോൺഷ്യസ്ലി അവെയർ ആയിരിക്കും ആ ആറ്റിറ്റ്യൂഡായിട്ട്, അതുപോലെ നമുക്കത് ഈസിലി എക്സ്പ്രസ് ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു സേ ഐ ലവ് ഐസ്ക്രീം, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, യു എക്സ്പ്രസ് ആൻ എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് അല്ലേ. ഞാൻ എന്താണ്, കോൺഷ്യസ്ലി ആണ് പറയണത്, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണെന്നുള്ളത് ഞാൻ കോൺഷ്യസ്ലി ആണ് പറയണത് ആൻഡ് എനിക്കത് എക്സ്പ്രസ് ചെയ്യാനും പറ്റും അല്ലേ. ഞാൻ കുറെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിച്ചതിൽ എനിക്കത് എക്സ്പ്രസ് ചെയ്യാനും പറ്റും. ദീസ് ആറ്റിറ്റ്യൂഡ്സ് ആർ ഡെലിബറേറ്റ്. ഇതൊക്കെ എന്താണ്, ഡെലിബറേറ്റ് ആണ്, കൺട്രോൾഡ് ആണ് ആൻഡ് റിഫ്ലക്ട് വാട്ട് വി കോൺഷ്യസ്ലി തിങ്ക് ആൻഡ് ബിലീവ്. അപ്പൊ ഇതെല്ലാം ഡെലിബറേറ്റ് ആണ്, നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാനും പറ്റും അല്ലെ. ഇതൊക്കെ നമുക്ക് ഐ ലവ് ഐസ്ക്രീം എന്നുള്ളത് നമുക്ക് ഐസ്ക്രീം കഴിക്കുന്നത് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് റിഫ്ലക്ട് വാട്ട് വി കോൺഷ്യസ്ലി തിങ്ക് ആൻഡ് ബിലീവ്. ഇവിടെ നമുക്കറിയാം ഐ ലവ് യു, ഐ ലവ് ഐസ്ക്രീം എന്ന് പറയുന്നത് എന്താണ്, കോൺഷ്യസ്ലി ഞാൻ പറയണത് എന്നുള്ളത് നമുക്കിവിടെ റിഫ്ലക്റ്റ് ആണ്. Then we can report them directly and they often align with our behavior when we are in thoughtful or deliberate state. അപ്പോൾ ഇത് നമുക്ക് ഡയറക്ട്ലി റിപ്പോർട്ട് ചെയ്യാനും പറ്റും, ഇതൊക്കെ നമ്മുടെ ബിഹേവിയറിൽ അത് കാണുകയും ചെയ്യും അല്ലെ. ഇതൊക്കെ നമ്മുടെ ബിഹേവിയറിൽ കാണാനും നമുക്ക് പറ്റും. അപ്പൊ എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. കോൺഷ്യസ്ലി ആണ് ആൻഡ് നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാനും പറ്റും, കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണ് ആൻഡ് അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും പറ്റും. ദെൻ ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡിലോട്ട് വരികയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആണ്, നമ്മളുടെ കൺട്രോളിലല്ല, അല്ലെങ്കിൽ അത് ഡെലിബറേറ്റ് അല്ല, അത് ഓട്ടോമാറ്റിക് ആണ് ആൻഡ് അൺകോൺഷ്യസ് ഫീലിങ്സ് ഓർ തോട്ട്സ് ആണ്. ദ വേ വി മെ നോട്ട് ബി ഫുള്ളി അവെയർ ഓഫ്. ചിലപ്പോൾ നമുക്ക് ഫുള്ളി അവെയർ കൂടി ആയിരിക്കില്ല നമ്മൾ അതിനെ കുറിച്ച്. ദി ഓഫൺ ഇൻഫ്ലുവൻസ് അവർ റിയാക്ഷൻസ് ആൻഡ് ബിഹേവിയേഴ്സ് വിതൗട്ട് അസ് റിയലൈസിങ് ഇറ്റ്. നമ്മളെ തന്നെ നമ്മൾ അറിയാണ്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. അത് ഓട്ടോമാറ്റിക് ആണ്, അൺകോൺഷ്യസ് ആണ്, നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ്. ഫോർ ഇൻസ്റ്റൻസ്, you might think you are comfortable around all people, but in certain situation you might think you are in certain situation you might unconsciously act differently. These attitudes are more subtle, automatic, and can something conflict with our explicit attitudes. Okay, they are usually measured through indirect methods like implicit association does, which is a speed at which people associate different words or images. Okay, whatever it is, ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ വിശ്വസിക്കുകയാണ് എന്ത്, ഞാൻ എല്ലാ ആൾക്കാരായിട്ട് കംഫർട്ടബിൾ ആണ് എന്നുള്ളൊരു തോട്ട് നമുക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇംപ്ലിസിറ്റ് ആയിട്ട്, നമ്മുടെ അൺകോൺഷ്യസ്ലി നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് മേ ബി എന്തായിരിക്കാം, എല്ലായ്പ്പോഴും നമ്മൾ കംഫർട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, you are comfortable or around all people, but in certain situation you might unconsciously act differently. ചിലപ്പോൾ നമ്മൾ അൺകോൺഷ്യസ്ലി ചിലപ്പോൾ ഒരു കംഫർട്ട് അല്ലാണ്ട് ചിലപ്പോൾ നമ്മൾ മിണ്ടാതൊക്കെ ഇരിക്കാം, ചിലപ്പോൾ നമ്മൾ നീങ്ങി മാറിയൊക്കെ ഇരിക്കാം. അപ്പൊ അതെന്താണ്, നമ്മുടെ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ അൺകോൺഷ്യസ്ലി നമ്മൾ പോലും അറിയാണ്ട്, നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമുക്ക് ആൾക്കാരെ എല്ലാവരും ഇഷ്ടമാണെന്നാണ്, പക്ഷെ നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ അൺകോൺഷ്യസ്ലി നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുകയാണ്. ക്രൗഡിൽ നിന്നും ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുക, ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ അൺകോൺഷ്യസ്ലി വരുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ്. അപ്പൊ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് ആണ്, അവെയർ ആണ്. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകോൺഷ്യസ് ആണ് ആൻഡ് നമ്മൾ ഫുള്ളി അവെയർ ആയിരിക്കില്ല. അത്രേ ഉള്ളൂ കേട്ടോ. കൂടുതലൊന്നും നിങ്ങൾ തല പുകഞ്ഞാലേക്കണം. നോക്കി നോക്കൂ, കണ്ടോ, കോൺഷ്യസ്, ഡെലിബറേറ്റ് ആൻഡ് ഈസി ടു റിപ്പോർട്ട്, അൺകോൺഷ്യസ്, ഓട്ടോമാറ്റിക് ആൻഡ് ഹാർഡ് ടു കൺട്രോൾ. ഓക്കെ, നമുക്കത് കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ പോലും അറിയാണ്ട് ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ പുറത്തോട്ട് വരുന്നതാണ് കേട്ടോ. സോ എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മൂവ് ചെയ്താലോ, നെക്സ്റ്റ് സ്ലൈഡിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു ഇപ്പൊ ആറ്റിറ്റ്യൂഡ് പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡുകൾ ഉണ്ട്. പോസിറ്റീവ് ഉണ്ടാവാം, നെഗറ്റീവ് ഉണ്ടാവാം, ഇംപ്ലിസിറ്റ് ആവാം, എക്സ്പ്ലിസിറ്റ് ആവാം. അതിന് കമ്പോണൻസ് നമ്മൾ പറഞ്ഞു അല്ലെ, ബിഹേവിയറൽ കമ്പോണന്റ് ഉണ്ട്, പിന്നെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ഉണ്ട്, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്താണ് ഇനി ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ എന്നുള്ളതാണ്. ഇൻ ദ ഫോളോയിങ് ഡിഫറെന്റ് തിയറീസ്, നമ്മൾ കുറച്ച് തിയറീസ് ആണ് ഇവിടെ പഠിക്കാൻ പോണത്.
ഒരു ആറ്റിറ്റ്യൂഡ്, ഒരാളിൽ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാനുള്ള റീസണുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ മിയർ എക്സ്പോഷർ, റോബർട്ട് സാജോങ്. അപ്പൊ ഞാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പേജ് ആൾക്കാർക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കണമെന്ന്. അപ്പൊ അതിൽ എഴുതിക്കോ, റോബർട്ട് സാജോങ് ആണ് മിയർ എക്സ്പോഷർ. റോബർട്ട് സാജോങ് എഴുതുക, ഹൈഫൺ ഇടുക, മിയർ എക്സ്പോഷർ. ഓക്കെ, മിയർ എക്സ്പോഷർ. എന്താണ് മിയർ എക്സ്പോഷർ? നിങ്ങളൊന്ന് ഇന്ററാക്ട് ചെയ്തേ. നിങ്ങൾ ഉറങ്ങാണോ നോക്കട്ടെ, എന്നോട് പണി നോക്കട്ടെ. വാട്ട് ഈസ് മിയർ എക്സ്പോഷർ? പറയൂ, വാട്ട് ഈസ് മിയർ എക്സ്പോഷർ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ the more exposure, more the tendency to develop positive attitude. Very good, Adul, very good. അതന്നെയാണ് കേട്ടോ. നമ്മൾ കൂടുതൽ എക്സ്പോസ് ആവുന്നത് കൊണ്ട് നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരും. ഇപ്പോ ഒരു കാര്യമായിട്ട് ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒരു എക്സാമ്പിളും കൂടെ പറയുമോ ആരെങ്കിലും? എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഒരു ഒരാളായിട്ട് എനിക്ക് അയാളോട് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെന്ന് വിചാരിക്കും. എനിക്കൊരു സുഖമില്ല എന്ന് വിചാരിക്കും. എന്തോ ഞാൻ അയാളായിട്ട് ഒരു വലിയ കംഫർട്ടബിൾ അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അയാളുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അയാളുമായിട്ട് മിയർ എക്സ്പോഷർ, അതായത് മോർ അയാളുമായിട്ട് ഇങ്ങനെ എക്സ്പോസ്ഡ് ആവാനും കൂടുതൽ അയാളുടെ പ്രസൻസും എല്ലാം എനിക്ക് കൂടുതൽ കൂടുതൽ കിട്ടും തോറും ഞാൻ അയാളുമായിട്ട് കംഫർട്ട് ആവുകയും അതെന്നിൽ അയാളുമായിട്ടുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അവിടെ സൃഷ്ടിക്കുകയും ചെയ്യും. ഇനിയിപ്പോ അത് എന്തൊരു ഒബ്ജക്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു കൺസെപ്റ്റും ആവട്ടെ. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ ഒക്കെ പറയാന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ ഇപ്പൊ ഞാൻ തന്നെ എന്റെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പാരന്റ്സ് അല്ലെ. നമ്മുടെ പാരന്റ്സ് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയാം, ഫോണും കൊണ്ട് നടക്കുക, ഇത് എന്താണ് ഫോണ് 24 മണിക്കൂർ ഫോണിൽ തന്നെ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പത്തെ ജനറേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഫോണിന്റെ ഒരു അഡിക്ഷൻ അവരുടെ ജനറേഷനിലും എത്തിക്കഴിഞ്ഞു അല്ലെ. ഇപ്പൊ അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും, ഈ ഫോണില്ലാണ്ട് എങ്ങനെ ജീവിക്കുക, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇതിലാ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് നോക്കണേന്നൊക്കെ ഒരു ന്യായീകരണം പറയും. അപ്പൊ അതെന്തായി, അവര് ഫോണുമായിട്ട് എക്സ്പോസ്ഡ് ആയി തുടങ്ങിയപ്പോ അവർക്കും ഫോണിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയി തുടങ്ങി. ഓക്കെ, അതാണ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുക. അവർക്ക് ആദ്യം ഫോണ് അല്ലെങ്കിൽ ടി വി വലിയ കുഴപ്പമില്ല, ഫോൺ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു അല്ലേ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനുള്ള കാര്യമായിരുന്നു. ബട്ട് അവർ അതുമായിട്ട് എക്സ്പോസ്ഡ് ആവാൻ തുടങ്ങിയപ്പോൾ അവർക്ക് അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായി തുടങ്ങി എന്നുള്ളതാണ്. സോ അതാണ് മിയർ എക്സ്പോഷർ എന്ന് പറയുന്നത്. ദ ടെൻഡൻസി ടു ഡെവലപ്പ് മോർ പോസിറ്റീവ് ഫീലിംഗ്സ് ടുവേർഡ് ഒബ്ജക്ട്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് ദാറ്റ് വി മോർ ആർ എക്സ്പോസ്ഡ് ടു ദം. നമ്മൾ എത്രത്തോളം അതുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്നോ അത്രയും നമുക്കൊരു പോസിറ്റീവ് ഫീലിങ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ മിയർ എക്സ്പോഷർ എന്ന് പറയാം. ക്ലിയർ? സിമ്പിൾ അല്ലേ? പറയൂ, സിമ്പിൾ അല്ലേ? ക്ലിയർ ആണോ? യെസ് ഓർ നോ? പറയൂ. ഓക്കെ, ക്ലിയർ ആണ്, സിമ്പിൾ ആണ് കേട്ടോ. ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ്. നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് പഠിച്ചിട്ടുണ്ടാവും. ആ ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ല കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവാൻ പാവ്ലോന്റെ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, സലൈവ ഒക്കെ വരുന്നത്. പക്ഷെ അതല്ല ഇവിടെ. ആർത്തർ ആൻഡ് കാരോലിൻ സ്റ്റാറ്റ്സ് അങ്ങനെ തന്നെ തോന്നുന്നു. ആർത്തർ ആൻഡ് കാരോലിൻ സ്റ്റാറ്റ്സ് പറഞ്ഞു, ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റിഗേറ്റഡ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇൻ അസോസിയേഷൻ വിത്ത് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡിലുള്ള ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? ആർത്തർ ആൻഡ് കാരോലിൻ ആണ്. നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ. സോ ഇവിടെ പറയണത് എന്താണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് പോസിറ്റീവ് ഇമോഷൻ റിയാക്ഷൻ ടു ആൻ ഒബ്ജക്ട്, പേഴ്സൺ ഓർ ഇവൻ ബൈ അസോസിയേറ്റിംഗ് പോസിറ്റീവ് ഫീലിംഗ് വിത്ത് ദ ടാർഗറ്റ് ഒബ്ജക്ട്. സോ നമ്മൾ ഒരു ഒബ്ജക്റ്റുമായിട്ട് ഒരു പോസിറ്റീവ് ഫീലിംഗ് അല്ലെങ്കിൽ ക്രിയേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ
ഒരു കണ്ടീഷനിങ് സംഭവിക്കുകയാണ് അവിടെ. മനസ്സിലായോ? ഇപ്പോ ഒരു ഒബ്ജക്റ്റുമായിട്ട് എനിക്ക് എപ്പോഴും ആ ഒരു ഒബ്ജക്റ്റിൽ നിന്നൊരു പോസിറ്റീവ് സാധനമാണല്ലോ കിട്ടുന്നത്. എനിക്ക് ഒരിക്കലും അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് എൻ്റെ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ആണ് ആ ഒരു ഒബ്ജക്റ്റ് തന്നിട്ട് എന്നുള്ളതുണ്ടെങ്കിൽ എനിക്ക് അതിനോട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഞാൻ കണ്ടീഷൻഡ് ആയിട്ട് പോകും. പോസിറ്റീവ്ലി ഞാൻ കണ്ടീഷൻഡ് ആവും ആ ഒരു ഒബ്ജക്റ്റിനോട്. ഇനിയിപ്പോ ഒരു കൺസെപ്റ്റ്, ആ കൺസെപ്റ്റ് ഞാൻ ഫോളോ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ഞാൻ എന്താവും, അതിനോടൊരു പോസിറ്റീവ്ലി ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് കണ്ടീഷൻഡ് ആയിട്ട് വരും. ഓക്കെ, അതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. എന്താണ്, നമ്മൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടുകയാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് അതിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും ആ ഒരു ഒബ്ജക്റ്റിനോട് എന്നുള്ളതാണ് കേട്ടോ. അതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് അപ്പാരന്റ് കണ്ടീഷനിങ്? ഇവിടെയും നമ്മൾ പറയാണ്, അപ്പാരന്റ് കണ്ടീഷനിങ് ക്യാൻ ബി യൂസ്ഡ് ടു സ്ട്രെങ്തൻ ഡിസൈറബിൾ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വീക്കൻ അൺഡിസൈറബിൾ വൺസ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ്സിനെ സ്ട്രെങ്തൻ ചെയ്യാനും പറ്റും, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സിനെ വീക്കൻ ചെയ്യാനും പറ്റും. പീപ്പിൾ ക്യാൻ ആൾസോ ചേഞ്ച് ദർ ആറ്റിറ്റ്യൂഡ്സ് ആഫ്റ്റർ ഒബ്സർവിംഗ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. A student may develop a positive attitude toward Max if praised for efforts, but his efforts remain unnoticed, then may stop taking much interest in the subject, which may lead to deterioration in performance. അതായത് ഇവിടെ എങ്ങനെയാണ് പറയുന്നത്, ഒരു കുട്ടിക്ക് മാത്സിനോട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരാൻ തുടങ്ങി. എന്തുകൊണ്ട്? എല്ലാവരും ആ കുട്ടി എടുക്കുന്ന എഫേർട്ടിനെ പ്രേസ് ചെയ്യാൻ തുടങ്ങി. ആ, നീ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, നിന്റെ ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ, നീ അടിപൊളിയായിട്ട് ഇത് ചെയ്യുന്നുണ്ടല്ലോ, നിനക്ക് മാത്സ് നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അയാൾക്ക് റിവാർഡ് കൊടുക്കുന്നുണ്ട്. ആ സ്ട്രെങ്തൻ ചെയ്യുന്നത് വഴി ആ കുട്ടിക്ക് എന്താണ്, മാത്സിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരാൻ തുടങ്ങി. നേരെ മറിച്ച് ആ കുട്ടി എത്ര എഫേർട്ട് എടുത്തിട്ട് അത് ഔട്ട്കം ആയിട്ട് വരുന്നില്ല. ആ കുട്ടി എത്ര എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടും ആ കുട്ടി ചെയ്യുന്ന റിസൾട്ട് ഒക്കെ തെറ്റാണ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് എല്ലാവരും അനക്ക് മാത്സ് ഒന്നും അറിയില്ല, ഈ മാത്സ് ചെയ്തിട്ടൊന്നും നന്നാവിടില്ല എന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ മാത്സിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. അതാണ് അപ്പാരന്റ് കണ്ടീഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രെങ്തൻ ഡിസൈറബിൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാനും പറ്റും, അതുപോലെ അൺഡിസൈറബിൾ ആയിട്ടുള്ളതിനെ നമുക്ക് വീക്കൻ ചെയ്യാനും പറ്റും. ക്ലിയർ? ഒരു കുട്ടിക്ക് നമുക്ക് ആവശ്യമില്ല ഒരു ആറ്റിറ്റ്യൂഡ് ആ കുട്ടിയിൽ നിന്ന് നമുക്ക് കളയണം എന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്താൽ മതി? നമ്മൾ അതിനെ നോട്ടീസ് ചെയ്യാണ്ടിരുന്നാൽ മതി. അപ്പൊ ആ കുട്ടിക്ക് മെല്ലെ 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 അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സോ നമുക്ക് ഒരു ആറ്റിറ്റ്യൂഡിനെ പോസിറ്റീവ്ലി ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാനും നമുക്ക് പറ്റും, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് അപ്പാരന്റ് കണ്ടീഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പാരന്റ് കണ്ടീഷനിങ് ക്ലാസിക്കൽ കണ്ടീഷനും ക്ലിയർ ആണ്? യെസ് ഓർ നോ? യെസ്. ഓക്കെ റിഫാന, സോ യെസ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, കണ്ടീഷൻഡ് ആവുക എന്നുള്ളത് അല്ലേ. അപ്പാരന്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താ, റിവാർഡ് പണിഷ്മെന്റ് പോലെ തന്നെയാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനോട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, നെഗറ്റീവ് ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്, നമുക്ക് റിവാർഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ തേർഡ് വൺ ആണോ? അല്ല, മിയർ എക്സ്പോഷർ പഠിച്ചു, ക്ലാസിക്കൽ കണ്ടീഷനിങ് പഠിച്ചു, അപ്പാരന്റ് കണ്ടീഷനിങ് പഠിച്ചു. ഫോർത്ത് വൺ ആണ് സെൽഫ് പെർസെപ്ഷൻ തിയറി എന്ന് പറയുന്നത്. സെൽഫ് പെർസെപ്ഷൻ തിയറിയിൽ എന്താ സംഭവിക്കുന്നത് നോക്കി നോക്കൂ. സെൽഫ് പെർസെപ്ഷൻ തിയറി ഡിസ്ക്രൈബ്സ് ദ പ്രോസസ് ഇൻ വിച്ച് people lacking initial attitudes or emotional responses develop them by observing their behavior and coming to conclusions as to what attitude must have driven that behavior. മനസ്സിലായോ? എന്താ മനസ്സിലായത്? സെൽഫ് പെർസെപ്ഷൻ കൊണ്ട് എന്താ മനസ്സിലായത്? ഒന്ന് പറഞ്ഞേ, വാട്ട് ഈസ് സെൽഫ് പെർസെപ്ഷൻ? ടെൽ മീ വാട്ട് ഈസ് സെൽഫ് പെർസെപ്ഷൻ? ആരെങ്കിലും പറയുന്നുണ്ടോ?
ഒബ്സർവിങ് their own behavior, നോട്ട് ക്ലിയർ. ഏത് സെൽഫ് പെർസെപ്ഷൻ ആണോ നോട്ട് ക്ലിയർ എന്ന് പറഞ്ഞത് അശ്വന്ത്? ഒപ്പാരന്റ് കണ്ടീഷനിങ് ആണോ അതോ സെൽഫ് പെർസെപ്ഷൻ ആണോ അശ്വന്ത് ഒന്ന് പറയൂ. സെൽഫ് പെർസെപ്ഷൻ. ഹലോ, സെൽഫ് പെർസെപ്ഷൻ അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ, പറയാം. സെൽഫ് ഒബ്സർവേഷൻ ഓഫ് ഓൺ ബിഹേവിയർ ആൻഡ് ഡ്രോയിങ് കൺക്ലൂഷൻസ് ഫ്രം ഇറ്റ് അബൌട്ട് ഓൺ ആറ്റിറ്റ്യൂഡ്. ഓക്കെ ഓക്കെ ഓക്കെ, അത് തന്നെയാണ്. അതായത് നമ്മുടെ ബിഹേവിയറിനെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കൺക്ലൂഷനിൽ എത്താണ്. അതാണ് എന്ത് സെൽഫ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ. വി ഇൻഫർ അവർ ആറ്റിറ്റ്യൂഡ് ഫ്രം ഒബ്സർവിങ് അവർ ബിഹേവിയേഴ്സ്. നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണോ എന്ന് നോക്കിയിട്ട് നമ്മളൊരു ആറ്റിറ്റ്യൂഡിലോട്ട് എത്തുക, നമ്മളൊരു കൺക്ലൂഷനിലോട്ട് എത്തുക എന്നുള്ളതാണ് സെൽഫ് പെർസെപ്ഷൻ. നമ്മൾ തന്നെ നമ്മുടെ ബിഹേവിയറിനെ നോക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ നോക്കി നോക്കട്ടെ ഞാന്. സെൽഫ് പെർസെപ്ഷന്റെ എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനി ഐഡിയ? എനിക്കിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് കിട്ടുന്നില്ല. ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. അതായത് നമ്മുടെ ഒബ്സർവേഷൻ, നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട്. സെൽഫ് പെർസെപ്ഷൻ തിയറി ഡിസ്ക്രൈബ്സ് ദ പ്രോസസ് ഇൻ വിച്ച് പീപ്പിൾ ലാക്കിംഗ് ഇനീഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് ഓർ ഇമോഷണൽ റെസ്പോൺസസ് ഡെവലപ്പ് ദം ബൈ ഒബ്സർവിംഗ് ദെയർ ബിഹേവിയർ ആൻഡ് കമ്മിങ് ടു കൺക്ലൂഷൻ. നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണ് അതിനോട് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ തന്നെ ഒരു കൺക്ലൂഷനിൽ എത്താണ് ആസ് ടു വാട്ട് ആറ്റിറ്റ്യൂഡ് മസ്റ്റ് ഹാവ് ഡ്രിവൺ ദാറ്റ് ബിഹേവിയർ. ഓക്കെ, നമ്മുടെ ബിഹേവിയർ അതുമായിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിട്ട് കൊടുക്കും. നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്തിട്ട് കേട്ടോ. അങ്ങനെയാണ്. ഇതിപ്പോ ഒന്നുകൂടെ നോക്കി നോക്കൂ. ബേം ആർഗ്യൂഡ് വി ആർ മോർ ലൈക്ലി ടു മേക്ക് ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസസ് വെൻ അവർ ബിഹേവിയർ ഈസ് ഫ്രീലി ചൂസൺ. One interesting implication of self-perception theory is that if you reward people for something they already like doing, they may stop liking it. This effect is called over-justification. അപ്പോൾ over-justification effectന് മുമ്പ് പോകുന്നതിന് മുമ്പ് നമുക്ക് സെൽഫ് പെർസെപ്ഷൻ തിയറി എന്താന്നുള്ളത് നോക്കാം അല്ലെ. സെൽഫ് പെർസെപ്ഷൻ തിയറി ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ നമ്മുടെ ഇതിനെ തന്നെ നോക്കുക, നമ്മുടെ ബിഹേവിയറിനെ തന്നെ നമ്മൾ നോക്കുകയാണ്. ഓക്കെ, ഞാന് എങ്ങനെയാ ഒരു എക്സാമ്പിൾ പറയാ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു എക്സാമ്പിൾ കിട്ടണോ? എനിക്കിപ്പോ അലിക്കുമ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് കിട്ടുന്നില്ല, അതാണ്. എനി ഐഡിയ? ആർക്കെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ആരെങ്കിലും പറയുന്നുണ്ടോ? നോ നോ നോ. ഓക്കെ, സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം. അതിന് മുമ്പ് നോക്കി നോക്കാം കേട്ടോ. അതിനു മുമ്പ് നമുക്ക് ഓവർ ജസ്റ്റിഫിക്കേഷൻ എഫക്ട് എന്താന്ന് കൊണ്ട് നോക്കാം. അപ്പത്തിന് ഞാൻ എക്സാമ്പിൾ കിട്ടുമോ നോക്കട്ടെ കേട്ടോ. സോ ഇവിടെ നമ്മൾ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഓവർ ജസ്റ്റിഫിക്കേഷൻ എഫക്ട് എന്നുള്ളത്. ഓവർ ജസ്റ്റിഫിക്കേഷൻ എഫക്ട് അതെന്താണെന്നാ നിങ്ങൾക്ക് മനസ്സിലായത്? ഒന്ന് പറയുമോ? അതെന്താ മനസ്സിലായത്? ഓവർ ജസ്റ്റിഫിക്കേഷൻ എഫക്ട് നമ്മുടെയൊക്കെ ലൈഫിൽ മേ ബി ഉണ്ടായിട്ടുണ്ടാവാം. ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഓൾറെഡി ഇൻട്രിൻസിക്കലി ചെയ്യുന്ന ഒരു കാര്യം, എനിക്കൊരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരാൾ വന്നിട്ട് എനിക്ക് റിവാർഡ് തരികയാണെന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് എന്ത് ഫീൽ ചെയ്യും? ഓ, എന്റെ ഇതൊക്കെ പോയി. ഇനി ഓവർ ജസ്റ്റിഫൈ ചെയ്യുന്നത് വഴി ഞാൻ അത് നിർത്തുകയാണ്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കുട്ടി നന്നായിട്ട് പെയിന്റ് ചെയ്യും, നല്ല പെയിന്റ് ചെയ്യും, നല്ല എഫേർട്ട്, നല്ല ടൈം ഒക്കെ എടുത്ത് അവൾ എപ്പോഴും പെയിന്റ് ചെയ്യും. കാരണം അത് അവളുടെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്, ഉള്ളിൽ നിന്നുള്ള ഒരു മോട്ടിവേഷൻ ആണ്, അവൾക്ക് അത് ഇഷ്ടമായതുകൊണ്ട് അവൾ ചെയ്യാണ്.
അപ്പൊ അവളുടെ പാരന്റ്സ് ഡിസൈഡ് ചെയ്യാണ്, ഓക്കെ ഇവള് എന്ന് പെയിന്റ് ചെയ്യണതല്ലേ, നമുക്ക് എപ്പോഴും അവൾക്കൊരു മണി, ഒരു ടോക്കൺ എക്കോണമി എന്നുള്ള പോലെ നമുക്കൊരു മണി എപ്പോഴും കൊടുക്കാം, അവൾക്കൊരു പൈസ കൊടുക്കാം അവൾ എല്ലാ ദിവസവും പെയിന്റ് ചെയ്യുമ്പോ എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യാണ്, അവൾക്കൊരു എക്സ്റ്റേണൽ റിവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് മേ ബി അവളിൽ എന്തുണ്ടാക്കാം, ആ റിവാർഡ് അവർ ഓൾറെഡി ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് റിവാർഡ് കൊടുക്കുമ്പോൾ ദേ മേ സ്റ്റോപ്പ് ലൈക്കിങ് ഇറ്റ്. അപ്പൊ അവർക്ക് അത് ഇഷ്ടപ്പെടുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും. അതിനെയാണ് നമ്മൾ എന്താ പറയാ, ഓവർ ജസ്റ്റിഫിക്കേഷൻ എഫക്ട് എന്ന് പറയാം. ഓവർ ജസ്റ്റിഫിക്കേഷൻ എഫക്ട് ക്ലിയർ ആണോ? ഇത്രേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിന് റിവാർഡ് തരുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ തുടങ്ങും, നമ്മൾ അതിനെ ലൈക്ക് ചെയ്യൽ കുറഞ്ഞു തുടങ്ങും, സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങും. അതിനാണ് ഓവർ ജസ്റ്റിഫിക്കേഷൻ എഫക്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓവർ ജസ്റ്റിഫിക്കേഷൻ എഫക്ട് ക്ലിയർ ആണോ എന്ന് പറയോ? ഓവർ ജസ്റ്റിഫിക്കേഷൻ ക്ലിയർ ആണ് അല്ലെ? ഓക്കെ. ഇനി നമുക്ക് എന്തിന്റെ എക്സാമ്പിൾ ആയിരുന്നു വേണ്ടിയിരുന്നത്? സെൽഫ് പെർസെപ്ഷൻ തിയറി അല്ലെ? അതായത് നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളൊരു ബിലീഫ് ഫോം ചെയ്യാണ് ബൈ ഒബ്സർവിങ്, നമ്മുടെ തന്നെ ബിഹേവിയർ ഒബ്സർവ് ചെയ്തിട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാണ്, ഫ്രീക്വന്റ്ലി ഹെൽപ്പ് ചെയ്യുക, അതേഴ്സിനെ നമ്മൾ ഫ്രീക്വന്റ്ലി ഹെൽപ്പ് ചെയ്യണത് നമ്മൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ നോട്ടീസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിൽ ഒരു സ്ട്രോങ് ബിലീഫ് വരാൻ തുടങ്ങും. Rifana, a person deciding that Western music is their favorite type of music because he observed that they listen to it more than the other type. Yes, very good. Thank you. ഞാനൊരു എക്സാമ്പിൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം അല്ലെ? ഇപ്പോ a person deciding that Western music is their favorite type. ഒരാൾ പറയാണ്, അല്ലെങ്കിൽ ഒരാൾ വിചാരിക്കുകയാണ്, ഡിസൈഡ് ചെയ്യാണ്, നമ്മുടെ ഇത് എന്താണ്, വെസ്റ്റേൺ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം എന്താ, അയാൾ നോക്കുമ്പോൾ അയാൾ എപ്പോഴും എന്താണ്, മറ്റുള്ള മ്യൂസിക്കിലേറെ കൂടുതൽ കേൾക്കുന്നത് എന്താണ്, വെസ്റ്റേൺ ആണ്. സോ അയാള് അതിനൊരു കൺക്ലൂഷൻ കൊണ്ടുവരാണ്, എനിക്ക് ഇതാണ് ഇഷ്ടം എന്നുള്ളത്. യെസ്, വെരി ഗുഡ് റിഫാന, താങ്ക് യു സോ മച്ച്. ക്ലിയർ ആണോ? സെൽഫ് പെർസെപ്ഷൻ അപ്പൊ ക്ലിയർ ആണോ? ഇത്രേ ഉള്ളൂ. നമ്മുടെ ബിഹേവിയർ നോക്കിയിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്തിട്ട്, നമ്മുടെ ബിഹേവിയറിനെ ഒബ്സർവ് ചെയ്തിട്ട്, ഇതാണ് എന്റെ ആറ്റിറ്റ്യൂഡ്, ഇതുമായിട്ടുള്ള എന്റെ ആറ്റിറ്റ്യൂഡ് ഇതാണ് എന്ന് നമ്മൾ തന്നെ ഒരു കൺക്ലൂഷനിൽ എത്തിക്കാം. അതാണ് സെൽഫ് പെർസെപ്ഷൻ. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. ഓവർ ജസ്റ്റിഫിക്കേഷൻ എഫക്ട് സിമ്പിൾ ആണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യം, നമ്മൾ ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് ഓൾറെഡി ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യം, പുറത്തുനിന്ന് ഒരാള് എക്സ്റ്റേണൽ റിവാർഡ് തരാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള ഇഷ്ടം കുറയും. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെന്ത് വിചാരിച്ചിട്ടുണ്ടാവും, ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മൾ വിചാരിച്ചിട്ട് ഇങ്ങനെ അതിനുള്ള പ്രിപ്പറേഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കാണ് നമ്മുടെ പാരന്റ്സ് പറയാം, നോക്ക് അതൊന്ന് ചെയ്യട്ടോ എന്ന് പറയും. ഞാൻ നമ്മൾ കൂടെ പോകും, ഓൾറെഡി ചെയ്യാൻ വിചാരിച്ച കാര്യമാണ്, പക്ഷെ പാരന്റ്സ് അല്ലെങ്കിൽ വേറൊരാള് അതൊന്ന് ചെയ്യട്ടോ നല്ല മോളായിട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് ചെയ്യാനുള്ള മൂടാണ് പോകും അല്ലെ? അതാണ് ഓവർ ജസ്റ്റിഫിക്കേഷൻ എഫക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇല്യൂഷൻ ഓഫ് ദി ട്രൂത്ത് എഫക്ട്. ഇല്യൂഷൻ ഓഫ് ദി ട്രൂത്ത് എഫക്ട് എന്താണ്? The mere repetition of information creates a sense of familiarity and more positive attitude. നമ്മൾ മിയർ എക്സ്പോഷർ പറഞ്ഞ പോലത്തെ ഒരു കാര്യം തന്നെയാണിത്. റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആയിട്ട് നമ്മൾ ഭയങ്കര ഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്തുണ്ടാക്കും, അത് ശരിയാണ്, അല്ലെങ്കിൽ അതിനോടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരാൻ തുടങ്ങും അല്ലെ? ഒരു ഇൻഫർമേഷന് നമ്മൾ റിപ്പീറ്റഡ്ലി കേൾക്കുകയാണ്, അല്ലെങ്കിൽ ഒരു നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്തായിട്ട് തോന്നും, സത്യമായിട്ട് തോന്നും, അല്ലെങ്കിൽ അതിനോട് നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരും. അതിനാണ് ഇല്യൂഷൻ ഓഫ് ട്രൂത്ത് എഫക്ട് എന്ന് പറയാം. Then observational learning നമുക്കറിയാം, it occurs when individuals acquire attitude or behavior simply by observing others. ബാക്കിയുള്ളവരെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും ആ കാര്യം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്ത് പറയും, അത് പോസിറ്റീവ് ആണ്,
അല്ലെ? അല്ലെങ്കിൽ എനിക്ക് അതിനോട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ്. കാരണം മെജോറിറ്റി ആൾക്കാരും അത് ചെയ്യുന്നുണ്ട്. സോ അതൊരു തെറ്റല്ല, അതൊരു നല്ല കാര്യമാണ് എന്നുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ബാക്കിയുള്ളവർ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാക്കുന്നതിനെയാണ് ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയാം. എന്താണ് സോഷ്യൽ കമ്പാരിസൺ എന്ന് പറയാം. സോഷ്യൽ കമ്പാരിസൺ വഴി നമ്മൾ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എങ്ങനെയാണ്? സോഷ്യൽ കമ്പാരിസൺ ഈസ് ദ process through which we compare ourselves to others to determine whether our view of social reality is or is not correct. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കമ്പയർ ചെയ്യാണ് അല്ലെ മറ്റുള്ളവരായിട്ട്. ഹലോ, ഞാൻ അത്രയും നേരം പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നോ? അയ്യോ സോറി, ഏത് വരെയാ കേട്ടത്? പെട്ടെന്ന് കണക്ഷൻ പോയതാ. ഒബ്സർവേഷൻ ലേണിംഗ്. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഒബ്സർവേഷൻ ലേണിംഗ് ഇത്രയേ ഉള്ളൂ. എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുക അല്ലെ, മറ്റുള്ളവരെല്ലാരും അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ എങ്കിൽ എനിക്ക് അതിനോടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ്. ബാക്കിയുള്ളവർ ഒബ്സർവ് ചെയ്തിട്ട് കേട്ടോ. ഈ കമ്പയർ ചെയ്യണതാണ് സോഷ്യൽ കമ്പാരിസൺ എന്ന് പറയാം. to determine whether our view of social reality is or is not correct. നമ്മളത് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തിട്ട് ഓക്കെ നമ്മുടെ വ്യൂ ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി. Then reference group പറയാം. Reference groups often adjust their attitudes to hold views closer to those of others whom they value and identify with. അപ്പൊ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇത്രയാണ്, നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ അഡ്ജസ്റ്റ് ചെയ്യാണ്. അഡ്ജസ്റ്റ് ദെയർ ആറ്റിറ്റ്യൂഡ്സ് ടു ഹോൾഡ് വ്യൂസ് ക്ലോസർ ടു ദോസ് ഓഫ് അതേഴ്സ് ഹും ദേ വാല്യൂ ആൻഡ് ഐഡന്റിഫൈ വിത്ത്. നമ്മൾ വാല്യൂ ചെയ്യുന്ന ഒരാൾ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ വാല്യൂ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യപ്പെട്ടിട്ടുള്ള ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതുമായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അതാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയാം കേട്ടോ. സോ ക്ലിയർ ആണോ? ഇതൊക്കെ സിമ്പിൾ ആണ്. ഇല്യൂഷൻ ഓഫ് ട്രൂത്ത് എഫക്റ്റ് ഇത്രേ ഉള്ളൂ. നമ്മൾ മിയർ റിപ്പീറ്റേഷൻ വഴി അല്ലെങ്കിൽ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ, നമ്മൾ എപ്പോഴും ഒരു തെറ്റായ ഇൻഫർമേഷനെ തന്നെ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനോട് പോസിറ്റിവിറ്റി വരും, അല്ലെങ്കിൽ അത് ട്രൂത്ത് ആണ് നമ്മൾ വിശ്വസിച്ചു പോകും എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോ അത് തെറ്റാണെങ്കിലും പൊട്ടയാണെങ്കിലും ഫെമിലിയർ ആയിട്ട് റിപ്പീറ്റഡ്ലി നമ്മളത് കേൾക്കുകയാണ്, പിന്നെ അതുമായിട്ട് നമ്മൾ ഫെമിലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരും. അതാണ് ഇല്യൂഷൻ ഓഫ് ട്രൂത്ത് എഫക്ട് എന്ന് പറയുന്നത്. ദെൻ ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ബിഹേവിയർ ഒക്കെ എങ്ങനെയാണ്, ആ ഒരു സംഭവത്തിനോട് ബാക്കിയുള്ളവരുടെ ബിഹേവിയർ എങ്ങനെയാന്ന് നോക്കിയിട്ട് നമ്മൾ ഒരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യണം. അതാണ് ഒബ്സർവേഷണൽ ലേണിംഗ്. ദെൻ സോഷ്യൽ കമ്പാരിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡും മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡും കൂടെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നതിനാണ് സോഷ്യൽ കമ്പാരിസൺ എന്ന് പറയാം. റെഫറൻസ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരാള് നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ അയാളുമായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് റെഫറൻസ് ഗ്രൂപ്പ്സ്. ക്ലിയർ? യെസ് ഓർ നോ? ടെൽ മീ യെസ് ഓർ നോ. നോ. അതുലിന് ഏതാണ് ക്ലിയർ ആവാത്തത്? അതുൽ നേരത്തെ പറഞ്ഞതാണല്ലേ നോ. ഓക്കെ, യെസ് ഓർ നോ? യെസ്. റിഫാന യെസ്. ഓക്കെ, നയന യെസ്. ഓക്കെ ഓക്കെ. സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യാം. സ്റ്റീരിയോ ടൈപ്പ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്റ്റീരിയോ ടൈപ്പ് എന്താന്ന്? സ്റ്റീരിയോ ടൈപ്പ് ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവില്ലേ വേർഡ്. വാട്ട് ഈസ് സ്റ്റീരിയോ ടൈപ്പ്? What is stereotype? ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. ഓക്കെ, സോ നമുക്ക് സ്റ്റീരിയോ ടൈപ്പ് എന്താന്ന് നോക്കാം. സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ബിലീവ് അബൌട്ട് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ നയന, വെരി ഗുഡ്. അത് തന്നെയാണ് ബിലീവ്സ് ആണ് അല്ലെ. ബിലീവ്സ് അബൌട്ട് സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻ ടേംസ് ഓഫ് ദ ട്രൈറ്റ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക് they are believed to share. അത് നമ്മുടെ ഒരു വിശ്വാസമാണ്, ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പിനോടുള്ള നമ്മുടെ വിശ്വാസമാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ്. Stereotypes are cognitive framework that influence the processing of social information. അപ്പൊ നമ്മൾ
ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബിലീഫ്സ് അബൌട്ട് വാട്ട് മെമ്പേഴ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ആർ ലൈക്ക്. ആ ഗ്രൂപ്പിലുള്ളവർ ഇങ്ങനെയാണ്, അത് നമ്മളത് വിശ്വസിച്ച് വെച്ചിരിക്കുന്നു. ബിലീഫ് എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിച്ചോ, ആ വേർഡ് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോവും, പ്രജുഡീസും ഡിസ്ക്രിമിനേഷനും ഒക്കെ മാറിപ്പോവും. അവിടെ ഒരു ബിലീഫാണ്, ഒരു വിശ്വാസമാണ് നമുക്ക് മറ്റുള്ളവർ ഇങ്ങനെയാണ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും ആ ഗ്രൂപ്പിലുള്ളവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവവും ബിഹേവിയറും ക്യാരക്ടേഴ്സും ഒക്കെ നോക്കിയിട്ട് നമ്മൾ വിശ്വസിക്കുകയാണ് ഇവരിങ്ങനെയാണ് എന്നുള്ളൊരു വിശ്വാസം. അതിനാണ് സ്റ്റീരിയോടൈപ്സ് എന്ന് പറയാം. കാര്യമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ആണ് അല്ലെ. സ്റ്റീരിയോടൈപ്സ് കൺസേണിംഗ് ദ traits possessed by female and males that distinguish the two gender from each other. അപ്പോൾ നമ്മൾ പറയാണ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് വരാനുള്ള റീസൺ എന്താണ്? നമ്മുടെ ഒരു വിശ്വാസമാണ്, ആണുങ്ങൾ അങ്ങനെയാണ് അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസമാണ് ആ ഒരു സ്റ്റീരിയോടൈപ്സ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ അതിൽ സ്റ്റീരിയോടൈപ്സിൽ വരുന്ന കുറച്ച് ടേംസ് ആണ്, നോക്കി നോക്കൂ. ഗ്ലാസ് സീലിംഗ് എഫക്റ്റ് എന്ന് പറയും. ഗ്ലാസ് സീലിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ജെൻഡർ സ്റ്റീരിയോടൈപ്പിൽ വരുന്നതാണ് കേട്ടോ ഗ്ലാസ് സീലിംഗ് എഫക്റ്റ്. ഫൈനൽ ബാരിയർ ദാറ്റ് പ്രിവെന്റ്സ് വിമനെ എന്ത് ചെയ്യാണ്, പ്രിവെന്റ് ചെയ്യുക, ഫൈനൽ ബാരിയർ ആയിട്ട്, അതായത് ആസ് എ ഗ്രൂപ്പ് ഫ്രം റീച്ചിങ് ടോപ്പ് പൊസിഷൻ ഇൻ ദ വർക്ക് പ്ലേസ്. അതായത് ഗ്ലാസ് സീലിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ടോപ്പ് പൊസിഷനിൽ എത്താണ് എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോ ഒരു കമ്പനിയുടെ വലിയ പൊസിഷനിൽ ഒരു വിമൻ ഇരുന്ന് ചെയ്യായിരുന്നു എന്ന് വിചാരിക്കും. അപ്പൊ ആ ഗ്രാഫ് ഇങ്ങനെ മോളിക്കാണ് പോകുന്നതെന്ന് കാണുമ്പോൾ ആ വിമനെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രിവെന്റ് ചെയ്യുക, ആ ടോപ്പ് പൊസിഷനിൽ നിന്നും പ്രിവെന്റ് ചെയ്യുക. കാരണം ആള് അടിപൊളി ആവണ്ട, അല്ലെങ്കിൽ ആ വർക്ക് പ്ലേസിൽ നമ്മൾ ആ ഒരു റീച്ചിങ് ടോപ്പ് പൊസിഷനിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ ആ പെർട്ടിക്കുലർ വിമൻ അല്ലെങ്കിൽ വുമൺ ടോപ്പ് പൊസിഷനിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിനാണ് ഗ്ലാസ് സീലിംഗ് എന്ന് പറയാം. ഓക്കെ, അയാളുടെ ഗ്രാഫ് മുകളിലോട്ടാണ് പോകുന്നതെന്ന് കാണുമ്പോൾ കേട്ടോ, അല്ലെങ്കിൽ അയാൾ കാരണം നമ്മുടെ വർക്ക് പ്ലേസും അല്ലെങ്കിൽ നമ്മുടെ വർക്ക് നല്ല പ്രോഗ്രസീവ് ആവുന്നുണ്ട്, സോ അയാൾ നല്ല ടോപ്പിലോട്ട് എത്തും, അതുകൊണ്ട് നമ്മൾ അയാളെ പ്രിവെന്റ് ചെയ്യുക. കാര്യമായിട്ട് ഇത് നമ്മൾ വിമണിലാണ് കാണുന്നത്. വിമണിൽ മീൻസ് ആണുങ്ങൾ വിമണിനോട് ചെയ്യുന്നതാണ് കാണുന്നത്, അതായത് വിമൺ ഈ പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇത് കാണാറുള്ളത്. സോ അതിനാണ് ഗ്ലാസ് സീലിംഗ് എഫക്റ്റ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഇത്രേ ഉള്ളൂ. അതായത് കാര്യമായിട്ട് ഇത് വിമണിലാണ് കാണപ്പെടുന്നത്. വിമൻ എന്ത് ചെയ്യണം, വിമന് നല്ലൊരു പൊസിഷനിലോട്ട് എത്തുന്നു എന്ന് കാണുമ്പോൾ വേഗം പോയിട്ട് അതിനെ പ്രിവെന്റ് ചെയ്യുക. അങ്ങനെ ഒരു നല്ല പൊസിഷനിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും അവരവിടെ പ്രിവെന്റ് ചെയ്ത് വെക്കുന്നതാണ് ഗ്ലാസ് സീലിംഗ് എഫക്റ്റ്. അതൊരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ആണ്. നമുക്കും മേ ബി തോന്നിയിട്ടുണ്ടാവുക അല്ലെ അങ്ങനെയൊക്കെ. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നെക്സ്റ്റ് ടോപ്പിക് ആണ് ഗ്ലാസ് സീലിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഗ്ലാസ് സീലിംഗ് എഫക്റ്റ് എന്താണ്? choosing women for leadership position that are risky, precarious, or when the outcome is more likely to fail. അതായത് കമ്പനി തോൽക്കാൻ പോവാണ് എന്ന് കാണുമ്പോൾ വുമനെ പിടിച്ചിട്ട് തലപ്പത്തിരുത്തുക, ലീഡർഷിപ്പ് ആക്കിയിട്ട് ഇടുക. കമ്പനി എന്തായാലും തോൽക്കും, ഇതിന്റെ ഔട്ട്കം എന്തായാലും അല്ലെങ്കിൽ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ തോൽക്കാൻ പോവാണെന്ന് കാണുമ്പോൾ എന്ത് ചെയ്യാണ്, വുമനെ പിടിച്ചിട്ട് ലീഡർഷിപ്പ് പൊസിഷനിലോട്ട് ഇടുക. അതാണ് ഗ്ലാസ് ക്ലിഫ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഗ്ലാസ് സീലിംഗും ഗ്ലാസ് ക്ലിഫും മനസ്സിലായോ? ഗ്ലാസ് സീലിംഗ് ഇങ്ങനെയാണ്, ആ പെണ്ണ് ഉയർന്ന പൊസിഷനിലോട്ട് എത്തണമെന്ന് കാണുമ്പോൾ ആ പെണ്ണിനെ പ്രിവെന്റ് ചെയ്യുക. ദെൻ ഗ്ലാസ് ക്ലിഫ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ റിസ്കി ആയിട്ടുള്ളതും ഫെയിൽ ആവുന്നു കാണുന്നിടത്തും ഇവരെ ലീഡർഷിപ്പ് ആക്കി വെക്കുക. ഈ രണ്ട് ഗ്ലാസ് സീലിംഗും ഗ്ലാസ് ക്ലിഫും ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് സോ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ക്ലിയർ ആയിട്ടില്ല എന്ന് തന്നെ പറ. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? ഒന്നും കൂടെ പറയണോ? ഒന്നും കൂടെ പറയണമെങ്കിൽ ഒന്നും കൂടെ പറയൂന്ന് പറഞ്ഞാൽ പറയാം. ഒന്നും കൂടെ പറയണോ? യെസ്. ഓക്കെ, ഒന്നും കൂടെ ഞാൻ പറയാം. ഗ്ലാസ് സീലിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വുമനെ നമ്മൾ പ്രിവെന്റ് ചെയ്യാം. അതായത് ഇയാള് ടോപ്പ് പൊസിഷനിലോട്ട് പോകുന്നുണ്ട് എന്ന് കാണുമ്പോൾ വേഗം അവിടുന്ന് മാറ്റുക. ഓക്കെ, വേഗം അവിടുന്ന് മാറ്റിയെടുക്കുക. അങ്ങനെ നല്ലൊരു പൊസിഷൻ ഗേളിന് കിട്ടാതിരിക്കാൻ, അല്ലെങ്കിൽ ആ പെണ്ണ് കാരണമാണ് ഈ വർക്ക് പ്ലേസ് ഇത്രയും നന്നായത് എന്നുള്ളൊരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, പെണ്ണിനെ തടഞ്ഞു വെക്കുക. അതിനെയാണ് ഗ്ലാസ് സീലിംഗ് എഫക്റ്റ് എന്ന് പറയാ കേട്ടോ. ഇനി ഗ്ലാസ് ക്ലിഫ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിസ്കി ആയിട്ടുള്ള എലമെന്റ്സ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രൊജക്ട് എങ്ങനെ പോയാലും ഫെയിൽ ആണ് ആവാൻ പോണേ, അതിന്റെ ഔട്ട്കം കാണുന്ന ആ ഒരു സമയത്ത് എത്തുമ്പോൾ വേഗം പിടിച്ചിട്ട് പെണ്ണിനെ ലീഡർഷിപ്പിലോട്ട് ഇടുക. അതിനാണ് ഗ്ലാസ് ക്ലിഫ് എഫക്റ്റ് എന്ന് പറയാം.
Clear ആണോ? Choosing women for leadership position that are risky, precarious or when the outcomes are more likely to fail. ഇത് എന്തായാലും തോൽക്കാൻ പോണ ഒരു പ്രൊജക്ട് ആണെന്ന് കാണുമ്പോൾ അതിൽ പിടിച്ചിട്ട് പെണ്ണിനെ ഇടുക. ഇതൊക്കെ എന്താണ്? ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് ആണ്. ഗ്ലാസ് സീലിങ്ങും ഗ്ലാസ് ക്ലിഫ് എഫക്റ്റ് ഒക്കെ. ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? യെസ് ഓർ നോ? Tell me. Yes, okay, yes. Okay. ഇനിയുള്ളതാണ് ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് ഫീമെയിൽസ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. റിഗാർഡിംഗ് ദം ആസ് മിയർ ബോഡീസ് ദാറ്റ് എക്സിസ്റ്റ് ഫോർ ദ പ്ലഷർ ഓഫ് അതേഴ്സ്. അതായത് ഫീമെയിലിനെ ഒബ്ജക്ടിഫൈ ചെയ്യുക അല്ലെ. ഇപ്പോ നമ്മൾ ഒരുപാട് പോയംസ് ഒക്കെ അല്ലെങ്കിൽ കുറെ കവിതകളിലും കുറെ പാട്ടുകളിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ കുറെ സ്റ്റോറികളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഫീമെയിലിനെ എപ്പോഴും ഒബ്ജക്ടിഫൈ ചെയ്യാറുണ്ട്. അതായത് ഫീമെയിലിന്റെ ബോഡി എന്ന് പറയുന്നത് ഒരു പ്ലഷർ തരുന്ന ഒരു സംഭവമാണ് എന്നുള്ള രീതിയിൽ ഒരു വിശ്വാസം, ഒരു സ്റ്റീരിയോടൈപ്പ് ഉണ്ട്. അപ്പൊ അതിനെയാണ് ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് ഫീമെയിൽസ് പറയാം. ഇനി സിംഗ്ലിസം എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ: നെഗറ്റീവ് സ്റ്റീരിയോടൈപ്പിംഗ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഡയറക്റ്റഡ് ടുവേർഡ് സിംഗിൾ പീപ്പിൾ. ഒരു സിംഗിൾ പീപ്പിളിനോടുള്ള ഒരു നെഗറ്റീവ് സ്റ്റീരിയോടൈപ്പിംഗ്, ഒരു ബിലീഫ്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബിലീഫിനെയാണ് നമ്മൾ സിംഗ്ലിസം എന്ന് പറയുന്നത് കേട്ടോ. രണ്ട് സിമ്പിൾ ആണ്. കാര്യമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടു ഗ്ലാസ് സീലിങ്ങും ഗ്ലാസ് ക്ലിഫും ആണ് കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് കേട്ടോ. ക്ലിയർ? സ്റ്റീരിയോടൈപ്പ് ക്ലിയർ അല്ലേ? സോ നമുക്ക് പ്രെജുഡീസിലോട്ട് മൂവ് ചെയ്താലോ? പറയൂ. Okay. So prejudice. What is prejudice? Prejudice can be considered an attitude toward members of social group. മറ്റേത് എന്തായിരുന്നു? ബിലീഫ് ആയിരുന്നു. ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു അല്ലെ. സ്റ്റീരിയോടൈപ്പ് ആണെങ്കിൽ അത് ബിലീഫാണ്, നമ്മുടെ ഒരു വിശ്വാസമാണ്, അവർ അങ്ങനെയാണെന്നുള്ളൊരു വിശ്വാസമാണ്. പ്രെജുഡിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീ ജഡ്ജ് ചെയ്യുക, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക അല്ലെ. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അവരെ ഒരു ഇവാലുവേഷൻ നടത്തുകയാണ് അവിടെ ഒരു സെർട്ടൈൻ ഗ്രൂപ്പിനോട്, ടുവേർഡ് മെമ്പേഴ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. ഒരു സോഷ്യൽ ഗ്രൂപ്പിനോട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി വെക്കുക. യൂഷ്വലി അത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ പ്രീ ജഡ്ജ് ചെയ്യാറ്. ഓക്കെ, ഒരു പ്രെജുഡീസ് ഉണ്ടാക്കി വെക്കുക. ഇപ്പൊ നമ്മുടെ കോളേജിൽ തന്നെ ഒരു കൈൻഡ് ഓഫ് ഇങ്ങനെ എന്താ പറയാ, ഒരു പൊട്ടിത്തെറിച്ച് നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. എപ്പോഴും ഇങ്ങനെ കച്ചറൊക്കെ കാണിച്ച് നടക്കുന്ന, അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അവരോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താക്കുകയാണ്? നെഗറ്റീവ്. അവർ കച്ചറ, അവർ കഞ്ചാവ്, അവർ അങ്ങനെ തന്നെയാണ്. മുടിയൊക്കെ വളർത്തി നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓൾറെഡി ഒരു പ്രീ ജഡ്ജ് ചെയ്യും അല്ലെ. നമ്മുടെ ഓൾറെഡി ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അവരിലേക്ക് കൊണ്ടുകൊടുക്കും. എന്താണ്? ആ മെമ്പേഴ്സ്, ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് ഒക്കെ കണക്കാണ്, അവർ ഫുൾ കഞ്ചാവാണ്, അവർ ഫുൾ അങ്ങനെയാണ്. മനസ്സിലായോ? അതാണ് പ്രെജുഡിസ് എന്ന് പറയുന്നത്. It can be triggered in seemingly automatic manner and can be implicit in nature. Okay, അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവുന്നതാണ്, ഇംപ്ലിസിറ്റ് ആയിട്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ. നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതല്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മുമ്പത്തെ ഒരു ജഡ്ജ്മെന്റും നോളേജും ഒക്കെ വെച്ചിട്ട് നമ്മൾ ആണ് ആ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യാണ് പ്രെജുഡിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Prejudice may reflect more specific underlying emotional responses to different outgroups, including fear, anger, guilt, pity, envy, and disgust. അതൊന്നും നിങ്ങൾ കരയക്കണ്ട. അത് നമുക്ക് ഒരുപാട് നമ്മൾ എപ്പോഴും ഔട്ട് ഗ്രൂപ്പ്സിനോടാണ് നമുക്ക് എന്തുണ്ടാവില്ലേ? ഈ ഒരു പ്രെജുഡിസ് ഉണ്ടാവുക. നമ്മുടെ ഇൻ ഗ്രൂപ്പിന്റെ ഇടയിൽ, ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് എന്താണെന്ന് അറിയില്ല. ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പിക്കാണ് ഇൻ ഗ്രൂപ്പ് എന്ന് പറയുക. ഔട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളില്ലാത്ത ഗ്രൂപ്പ്. അപ്പൊ എപ്പോഴും നമുക്ക് നമ്മുടെ ഔട്ട് ഗ്രൂപ്പിനോടാണ് നമുക്ക് എപ്പോഴും ഇങ്ങനൊരു സംഭവം ഉണ്ടാവാറ് കേട്ടോ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ കൺസെപ്ഷൻ ഓഫ് പീപ്പിൾ ബേസ്ഡ് ഓൺ എത്നിസിറ്റി, റേസ്, ജെൻഡർ, കാസ്റ്റ് ആൻഡ് ദ ലൈക്ക്. പിന്നെ നമ്മള് റേസ്, ജെൻഡർ, കാസ്റ്റ്, ഇതിനൊക്കെ പേരിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്രെജുഡിസ് മെയിൻ ആയിട്ട് നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ്. സോ പ്രെജുഡിസ് ക്ലിയർ അല്ലേ? പ്രെജുഡിസ് സിമ്പിൾ ആണ്, ഇത്രേ ഉള്ളൂ. നമ്മൾ പ്രീ ജഡ്ജ് ചെയ്യുക, ഒരു ആറ്റിറ്റ്യൂഡ് ഓൾറെഡി ഫോം ചെയ്യുക. അടുത്ത ഒരു 5-6 മെമ്പറിനെ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പ്രീ ജഡ്ജ് ചെയ്യുക, ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരുന്നതിനെയാണ് പ്രെജുഡിസ് എന്ന് പറയുന്നത്. സ്റ്റീരിയോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വിശ്വാസമാണ് കേട്ടോ. ദെൻ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആക്ട് ആണ് വരുന്നത്. ഇറ്റ് ഈസ് അൺഫെയർ ഓർ പ്രെജുഡീഷ്യൽ ട്രീറ്റ്മെന്റ്. നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ്? അവിടെ നിന്ന് നമ്മൾ നമ്മൾ ഒരു ആക്ട് ചെയ്യണില്ല അല്ലെ. അപ്പൊ നമുക്ക് അവിടെ ഒരു സ്റ്റീരിയോടൈപ്പ് ഉണ്ടെങ്കിലും അത് നമ്മളൊരു വിശ്വാസമായിട്ട് അവിടെ കിടക്കാണ്. പിന്നെ അതുപോലെ നമുക്ക് അവരോട് നെഗറ്റീവ്ലി ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലും അത് ആറ്റിറ്റ്യൂഡ് അവിടെ അങ്ങനെ കിടക്കാം, നമ്മൾ കല്ലെടുത്തെറിയാനൊന്നും പോണില്ല. പക്ഷെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്കത് എക്സ്പ്രസീവ് ആവാണ്. നമ്മൾ അവിടെ ഒരു ആക്ട് പുറത്തോട്ട് വരികയാണ്, ഒരു ബിഹേവിയർ പുറത്തോട്ട് വരികയാണ്.
ഒരു അൺഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു prejudicial treatment of individuals or group based on characteristics such as race, gender, age, religion, disability, sexual orientation or other attributes. Unlike prejudice, which refers to negative attitudes or feeling toward a group, discrimination അപ്പൊ prejudice പോലെയല്ല. prejudice എന്ന് പറഞ്ഞാൽ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആണ്. ആ ഒരു ടീം ഗ്രൂപ്പിനോട് നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. പക്ഷെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആക്ഷൻ, ഒരു ബിഹേവിയർ വരുന്നുണ്ട്. ട്രീറ്റ് പീപ്പിൾ ഡിഫറെന്റ്ലി ഇൻ എ വേ then harms them or puts them in a disadvantage. ഇപ്പൊ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മോശം വരാൻ വേണ്ടി നമ്മൾ ബിഹേവ് ചെയ്യും അല്ലെങ്കിൽ ആക്ട് ചെയ്യും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു എക്സാമ്പിൾ ആണ്. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സ്റ്റീരിയോ ടൈപ്പും പ്രജുഡീസും ഡിസ്ക്രിമിനേഷൻ വരുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മുടി വളർത്തി നടക്കണവരൊക്കെ കഞ്ചാവാണ് എന്നുള്ളത് ഞാൻ വിശ്വസിച്ച് വെച്ചിരിക്കുന്നു. അതെന്താണ്? എൻ്റെ ഒരു സ്റ്റീരിയോ ടൈപ്പാണ്. ഓക്കെ, മുടി വളർത്തി നടക്കണവരൊക്കെ മുടി വളർത്തി നടക്കുന്ന ചെക്കന്മാരൊക്കെ കഞ്ചാവാണ് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു? ബിലീവ് ചെയ്ത് വെച്ചു. എൻ്റെ ഒരു വിശ്വാസമാണ് അത്. അതിനെ നമ്മൾ എന്താ പറയാ? സ്റ്റീരിയോ ടൈപ്പ്. എൻ്റെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആണ് എന്ത്? മുടി വളർത്തി നടക്കുന്ന ചെക്കന്മാരൊക്കെ കഞ്ചാവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? നെഗറ്റീവ്ലി ആറ്റിറ്റ്യൂഡ് ചെയ്യാണ്, ഞാൻ പ്രെജുഡ്യൂസ് ചെയ്യാണ്. ഓക്കെ ഓക്കെ അപ്പൊ എനിക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വരികയാണ് അല്ലെ. മുടി വളർത്തി നടക്കുന്നതുകൊണ്ട് എനിക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വരികയാണെന്നുണ്ടെങ്കിൽ അത് എന്തായി? പ്രെജുഡിസ് ആയി. ബിലീഫ് ആണെങ്കിൽ അത് സ്റ്റീരിയോ ടൈപ്പ് ആയി. ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. ഒരു അടുത്തേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ഓരോട് മിണ്ടാനൊക്കെ എനിക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പിനെ കാണുമ്പോഴൊക്കെ എനിക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ആണെന്നുണ്ടെങ്കിൽ അതെന്റെ പ്രെജുഡിസ് ആണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഹാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ ഓരോന്ന് ചെയ്യുക, അല്ലെങ്കിൽ അവരെപ്പോഴും പോയി ചീത്ത പറയാ, അവരെ തല്ലുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരെ എപ്പോഴും കൊടുക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അവരെ എപ്പോഴും മാറ്റി നിർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, അപ്പൊ ഡിസ്ക്രിമിനേഷൻ എപ്പോഴും എന്താണ്? ബിഹേവിയർ അല്ലെങ്കിൽ ആക്ട്സ്, എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഫോമാണ്. ക്ലിയർ? ഇപ്പൊ 3 വൃത്തിക്ക് മനസ്സിലായോ? മറ്റേതിൽ ബിലീഫ് എന്നുള്ള വേർഡ് ഉണ്ടായിരിക്കും, ആറ്റിറ്റ്യൂഡ് എന്നുണ്ടെങ്കിൽ പ്രെജുഡിസ് ആയിരിക്കും, ആൻഡ് ആക്ഷൻ അല്ലെങ്കിൽ ബിഹേവിയർ ഉണ്ടെങ്കിൽ അതിനെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും അല്ലെ. നമുക്ക് ഡിസ്ക്രിമിനേഷൻ എപ്പോഴും നമുക്ക് വൃത്തിക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ഗ്രൂപ്പ് ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. ഓക്കെ, നമ്മൾ ആറ്റിറ്റ്യൂഡ് കഴിഞ്ഞു. ആറ്റിറ്റ്യൂഡിൽ നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് എന്താ, ഇംപ്ലിസിറ്റ് എന്താ, എക്സ്പ്ലിസിറ്റ് എന്താന്ന് പഠിച്ചു. സ്റ്റീരിയോ ടൈപ്പ് എന്താണ്, ഡിസ്ക്രിമിനേഷൻ എന്താണ്, പ്രെജുഡിസ് എന്താണെന്നൊക്കെ വൃത്തിക്ക് പഠിച്ചു. അതിൽ തന്നെ ഗ്ലാസ് ക്ലിഫും ഗ്ലാസ് സീലിംഗും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോണത് എന്താണ് ഗ്രൂപ്പ്, എന്താണ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്നുള്ളത്. ഓക്കെ, സോ വാട്ട് ഈസ് ഗ്രൂപ്പ്? നിങ്ങൾ പറഞ്ഞേ, വാട്ട് ഈസ് ഗ്രൂപ്പ്? വാട്ട് ഈസ് ഗ്രൂപ്പ്? പറയൂ. What is group? അത് പറയാനില്ല. ഓക്കെ, നമുക്ക് തന്നെ പോവാം. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാർവിൻ ഷോ argued that all groups have one thing in common. ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കോമൺ ആയിട്ട് ഒരു സാധനമെങ്കിലും ഉണ്ടാവണം. Their members interact അല്ലെ. Therefore he defines a group as two or more people who interact and influence one another. ഓക്കെ, ഹന്ന ജോർജ് പറയുന്നുണ്ട് two or more people engaged in social interaction who have stable structure relationship with one another. വെരി ഗുഡ് ഹന്ന, വെരി ഗുഡ്. ഇത് തന്നെയാണ് കേട്ടോ. അപ്പം ഇതാ മാർവിൻ ഷോ പറയുന്നു, two or more people who interact and influence one another. രണ്ടും അതിൽ കൂടുതൽ ആൾക്കാരുകൾ അല്ലെ. ഒരാൾ മാത്രം ഒരിക്കലും ഗ്രൂപ്പ് ആവില്ലല്ലോ. അതിൽ എന്തായാലും 2 മിനിമം വേണം അല്ലെ. ഇപ്പൊ രണ്ടും അതിൽ കൂടുതൽ ആൾക്കാർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുകയും ഇൻഫ്ലുവൻസ് ചെയ്യും ഈച്ച് അതർ, അല്ലെങ്കിൽ വൺ അനദറിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും. അവിടെ ഇന്ററാക്ഷൻ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലാണ് അവിടെ എന്തുണ്ടാവുക? ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുള്ളൂ അല്ലെ. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കോമൺ ആയിട്ടൊരു സംഭവം വേണം. ഒരാൾ ഒരു വേറൊരു സ്വഭാവവും വേറൊരു ഗോളും വേറൊരു ഇതുമാണ് ഇൻഫ്ലുവൻസ് ഒന്നും ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സോ ഇത്രേ ഉള്ളൂ മാർവിൻ ഷോ പറയുന്നത്. എന്താണ്?
ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 2 or more people ഇന്ററാക്ട് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് ഇടയിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു തിങ്കിങ്ങിലും വേണം എന്നുള്ളതാണ് കേട്ടോ. സോ 4 ആസ്പെക്ട്സ് ഓഫ് ഗ്രൂപ്പ്. ഗ്രൂപ്പിന് 4 ആസ്പെക്റ്റുകൾ ഉണ്ട്. റോൾസ്, സ്റ്റേറ്റസ്, നോംസ് ആൻഡ് കൊഹസീവ്നെസ്. റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിഫൈൻ ദ സ്പെസിഫിക് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. നമുക്കൊക്കെ ഒരു റോൾ ഉണ്ടാവും അല്ലെ? ഒരു ഗ്രൂപ്പിൽ എല്ലാവർക്കും ഓരോ റോളുകൾ ഉണ്ടാവും, നമുക്കൊക്കെ ഓരോ ടാസ്കുകൾ ഉണ്ടാവും, നമുക്കൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഇനിയിപ്പോ ഒരു ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ആണെങ്കിൽ പോലും അവിടെയൊക്കെ നമുക്കൊരു റോൾ ഇല്ലാണ്ട് നമ്മൾ ആ ഗ്രൂപ്പിൽ ഒരിക്കലും നിൽക്കില്ല. സോ ഒരു റോൾ ഉണ്ടായിരിക്കും. ഡിഫൈൻ ദ സ്പെസിഫിക് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ. പിന്നെയോ സ്റ്റേറ്റസ് റെഫേഴ്സ് ടു ദ റിലേറ്റീവ് റാങ്ക് ഓർ പൊസിഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് വിത്തിൻ ദ ഗ്രൂപ്പ്. അപ്പൊ നമ്മുടെ ഓരോ ഗ്രൂപ്പിലും നമുക്ക് തന്നെ ഒരു സ്റ്റേറ്റസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓരോ പൊസിഷൻ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ നോംസ് ഷെയർ ദ റൂൾസ് ദാറ്റ് ഗൈഡ് അക്സെപ്റ്റബിൾ ബിഹേവിയർ ആൻഡ് ഇന്ററാക്ഷൻസ്. ഒരു നോം ഉണ്ടായിരിക്കും അല്ലെ? നമ്മുടെ ഗ്രൂപ്പിന് എപ്പോഴും ഒരു നോം ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ നോമായിട്ട് അക്സെപ്റ്റ് ആവണവരെ നമ്മൾ ഗ്രൂപ്പിലോട്ട് വരുള്ളൂ. ഓക്കെ, അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ല. ഓക്കെ, നാളെ മുതൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ന നിയമങ്ങൾ, അങ്ങനെയൊന്നും അല്ല. അത് അവിടെ ഓൾറെഡി ഫോം ചെയ്യുന്നതും അതിനെ അക്സെപ്റ്റ് ചെയ്യണവർ ആ ഗ്രൂപ്പിലോട്ട് വരും, അല്ലാത്തവർ ഔട്ട് ഗ്രൂപ്പ് ആയിട്ട് മാറി നിൽക്കുന്നതുമാണ്. ദെൻ കൊഹസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡിഗ്രി ഓഫ് യൂണിറ്റി, അട്രാക്ഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു യൂണിറ്റിയും അട്രാക്ഷനും അവർ തമ്മിൽ ഉണ്ടാവുന്ന ഒരു കമ്മിറ്റ്മെന്റിനൊക്കെയാണ് നമ്മൾ കൊഹസീവ്നെസ് എന്ന് പറയാം. കൊഹസീവ്നെസ് കുറയും തോറും എന്തുണ്ടാവും? ആ ഗ്രൂപ്പ് വിഭജിച്ചു പോകാനുള്ള ചാൻസസ് കൂടും. അപ്പൊ ജസ്റ്റ് ഒരു 4 ആസ്പെക്ട്സ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ക്ലിയർ? ഗ്രൂപ്പ് അത്രേ ഉള്ളൂ. ഗ്രൂപ്പിൽ അങ്ങനെ കാര്യമായിട്ട് വരാനുള്ള ചാൻസസ് ഇല്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? സോഷ്യൽ ഫെസിലിറ്റേഷൻ. സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്താണ്? എഫക്ട്സ് അപ്പോൺ പെർഫോമൻസ് റിസൾട്ടിങ് ഫ്രം ദ പ്രസൻസ് ഓഫ് അതേഴ്സ് ഈസ് കോൾഡ് സോഷ്യൽ ഫെസിലിറ്റേഷൻ. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ ഫെസിലിറ്റേഷൻ. ഓർമ്മയുണ്ടോ? മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യുക അല്ലെ? പ്രസൻസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ പ്രസൻസ് നമ്മുടെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്ന് പറയാം. സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്നുള്ള വേർഡ് മറക്കരുത്. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ പല അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ സോഷ്യൽ ഫെസിലിറ്റേഷനിൽ. സോഷ്യൽ ഫെസിലിറ്റേഷൻ മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പറയണം. ഇത്രയാണ് എഫക്ട്സ് അപ്പോൺ പെർഫോമൻസ് റിസൾട്ട് പ്രസൻസ് ഓഫ് അതേഴ്സ് ഈസ് കോൾഡ് സോഷ്യൽ ഫെസിലിറ്റേഷൻ. ഓക്കെ, അതായത് മറ്റുള്ളവരുടെ, അത് മേ ബി ഡിക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, എന്റെ സൗണ്ട് ഓഡിബിൾ ആണോ? ക്ലിയർ അല്ലേ? എനിക്കൊരു കോള് വന്നു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇത്രേ ഉള്ളൂ. അതായത് എഫക്ട് അപ്പോൺ പെർഫോമൻസ് റിസൾട്ടിങ് ഫ്രം ദ പ്രസൻസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ പ്രസൻസ് ഉണ്ടാവുമ്പോൾ നമ്മുടെ പെർഫോമൻസിൽ വരുന്ന മാറ്റത്തിനെയാണ് സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്ന് പറയാം. ചിലപ്പോ അത് പോസിറ്റീവ് ആവാം, ചിലപ്പോൾ അത് നെഗറ്റീവ് ആവാം അല്ലെ? നമ്മൾ ചിലവർ പറയാറുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് പാടുമ്പോൾ നല്ല രസമാണ്. ആരതിൽ സിനാന വരക്കുന്നു. ഓക്കെ, ഞാൻ ഒറ്റയ്ക്ക് പാടുമ്പോൾ നല്ല രസത്തിൽ പാടാറുണ്ട്, പക്ഷെ എല്ലാരും ഇടയിൽ നിന്ന് പാടുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ രസം, സംഗതി, ശ്രുതി ഒന്നും വരാറില്ല എന്ന് പറയാറുണ്ട് അല്ലെ? ഇതൊരു കൈൻഡ് ഓഫ് സോഷ്യൽ ഫെസിലിറ്റേഷൻ ആണ്. ഇനി ചിലപ്പോ ചിലവര് മറ്റുള്ളവരുടെ മുമ്പിൽ, ഇപ്പൊ ഒരു സ്പോർട്സ് ആവട്ടെ, സ്പോർട്സിന്റെ ഒക്കെ കേസസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, കുറച്ചും കൂടെ ആൾക്കാരുണ്ടാവുമ്പോൾ അവർക്ക് സ്പിരിറ്റ് കൂടും, അവരുടെ പെർഫോമൻസ് അവിടെ കൂടുകയാണ് ചെയ്യുക അല്ലെ? അപ്പൊ അതെന്താണ്? ഒരു സോഷ്യൽ ഫെസിലിറ്റേഷൻ ആണ് കേട്ടോ. അപ്പൊ ആൽപോർട്ട് ആൻഡ് അതേഴ്സ് റിസർച്ചേഴ്സ് refer to the effects on performance of the presence of others person in social facilitation. അപ്പൊ ആൽപോർട്ടും പിന്നെ അതുപോലെ കുറച്ച് റിസർച്ചേഴ്സും കൂടിയാണ് ഈ സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്നുള്ള ഒരു സംഭവത്തിനെ കൊണ്ടുവന്നത്. when others were present, performance was enhanced. സാധാരണ എന്താണ് സംഭവിക്കല്? മറ്റുള്ളവരുടെ പ്രസൻസില് പെർഫോമൻസ് എപ്പോഴും എൻഹാൻസ്ഡ് ആവുകയാണ് ചെയ്യാറ് കേട്ടോ. ഓക്കെ, സോഷ്യൽ ഫെസിലിറ്റേഷൻ ക്ലിയർ അല്ലേ? മസ്റ്റ് ആയിട്ട് വരും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സോഷ്യൽ ഫെസിലിറ്റേഷൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ പെർഫോമൻസ് എൻഹാൻസ് ആവുക കേട്ടോ. നോക്കി നോക്കൂ, പ്രസൻസ് ഓഫ് അതേഴ്സ്. അപ്പൊ ഒരു അറൗസൽ ഉണ്ടാവും അല്ലെ നമുക്ക്? ഇൻക്രീസിങ് ഇൻ പെർഫോമിംഗ് ഡോമിനന്റ് റെസ്പോൺസസ്. ഇഫ് കറക്റ്റ്, സോഷ്യൽ ഫെസിലിറ്റേഷൻ. ഇഫ് ഇൻകറക്റ്റ്, സോഷ്യൽ ഇൻഹിബിഷൻ. അപ്പോ അറൗസൽ ഉണ്ടാവുന്നത് വഴി നമ്മുടെ പെർഫോമൻസ് നല്ലതാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്താണ്? സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്നാ പറയാ. ഇല്ല, നമ്മുടെ പെർഫോമൻസ് ഡിഗ്രീസ് ആവുകയാണെങ്കിൽ അതിനെന്താ പറയാ? സോഷ്യൽ ഇൻഹിബിഷൻ എന്നാ പറയാ കേട്ടോ. സോഷ്യൽ ഇൻഹിബിഷൻ. ക്ലിയർ?
നമ്മൾ പറഞ്ഞു പ്രസൻസ് ഓഫ് അതേഴ്സ് രണ്ടും സംഭവിക്കാറുണ്ട്. ഇതെന്താണ് സോഷ്യൽ ഫെസിലിറ്റേഷൻ ആരുടെ തിയറിയാണ് നോക്കൂ, സാജോങ്സിന്റെ തിയറിയാണ്. സാജോങ്സിന്റെ തിയറിയിൽ പറയുന്നത് എന്താണ്, ഒരു നമ്മൾ എറൗസൽ ഉണ്ടാവുന്നത് വഴി നമ്മുടെ പെർഫോമൻസ് കറക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ ഫെസിലിറ്റേഷൻ, ആൻഡ് ഇൻകറക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താവും, സോഷ്യൽ ഇൻഹിബിഷൻ എന്നാണ് പറയാം. ക്ലിയർ? അപ്പൊ സോഷ്യൽ ഫെസിലിറ്റേഷനും സോഷ്യൽ ഇൻഹിബിഷനും ക്ലിയർ ആണോ? Yes or no? Yes or no? പറയൂ. സിമ്പിൾ അല്ലേ? ഓക്കെ ടീന. ക്രിസ്റ്റക്ക് ഒന്നുകൂടെ പറഞ്ഞു തരണോ നോ പറഞ്ഞത്? ക്രിസ്റ്റ പറയൂ. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രസൻസിൽ നമ്മുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്നും, മറ്റുള്ളവരുടെ പ്രസൻസിൽ നമ്മുടെ പെർഫോമൻസ് ഡിഗ്രീസ് ആവാണ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് സോഷ്യൽ ഇൻഹിബിഷൻ എന്നാണ് പറയാം. ഓക്കെ, മറ്റുള്ളവരുടെ പ്രസൻസിൽ പെർഫോമൻസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ അത് സോഷ്യൽ ഫെസിലിറ്റേഷൻ. ഓക്കെ, ചോദിക്കുക അതിൽ. അതിൽ ചോദിച്ചോളൂ. താഴത്ത് കേൾക്കാം. ഹലോ, നോർമൽ സോഷ്യൽ ഫെസിലിറ്റേഷൻ കൺസെപ്റ്റിൽ ഈ ഇൻഹിബിഷൻ ഉണ്ടോ അതോ അത് ഡ്രൈവ് തിയറി സ്പെസിഫിക് ആണോ? ഇത് ഡ്രൈവ് തിയറി സ്പെസിഫിക് ആണ് കേട്ടോ. സാജോങ്സിന്റെ ഡ്രൈവ് തിയറിയിൽ പറയുന്ന കാര്യമാണ്. നോർമൻ ട്രിപ്ലെറ്റ് ആ ഒരു എക്സ്പെരിമെന്റ് നടത്തിയെങ്കിൽ പോലും സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്നുള്ളൊരു വേർഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എഫക്റ്റ് ആണ് അവിടെ ഉണ്ടായത് എന്ന് പറഞ്ഞത് ആൽപോർട്ടും കൂട്ടരുമാണ്. ഓക്കെ, നോർമൽ ട്രിപ്ലെറ്റ് എക്സ്പെരിമെന്റ് നടത്തി അതിൽ അയാളുടെ ഇൻക്രീസ് ചെയ്യുകയൊക്കെ ചെയ്തെങ്കിലും കൂടുതൽ ഈ സോഷ്യൽ ഫെസിലിറ്റേഷൻ എഫക്ട്സിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് ആൽപോർട്ടും കൂട്ടരും റിസർച്ചേഴ്സ് ആയിരുന്നു. ആൻഡ് സാജോങ് എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു തിയറി തന്നെ കൊണ്ടുവന്നു കേട്ടോ. അതിലാണ് ഈ ഇൻഹിബിഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ അത്? ഓക്കെ താങ്ക് യു. ഡൗട്ട് ചോദിച്ചതിന് താങ്ക് യു കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്കൊന്നും കൂടെ സന്തോഷമാവും, ക്ലാസ് എടുക്കാനുള്ളൊരു ഇത് വരും. ഓക്കെ, നമ്മൾ എന്തായാലും ഈ ഒരു സോഷ്യൽ ലോക്കിംഗ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. സോഷ്യൽ ലോക്കിംഗ് എന്ന് പറയുന്നത് സോഷ്യൽ ഫെസിലിറ്റേഷൻ വൃത്തിക്ക് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. സോഷ്യൽ ഫെസിലിറ്റേഷൻ ഒരുപാട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. സോഷ്യൽ ലോക്കിംഗ് കാണാൻ പറ്റും. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഫിനോമിനൻ. എന്താണ് സോഷ്യൽ ലോഫിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. When an individual's contribution to a collective activity cannot be evaluated, individuals would work less hard than they would alone. This effect known as social. ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ എല്ലാവരും കൂടെ കളക്റ്റീവ്ലി വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റീനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരാൾ ഇത്ര ചെയ്തു എന്നുള്ളത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. And not only that, individuals would work less hard than would alone. Okay. So നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു പ്രൊജക്ട് തന്നു, ഒരു ഗ്രൂപ്പ് പ്രൊജക്ട് തന്നു, ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ട് തന്നു. അപ്പൊ നമുക്കറിയാം ഗ്രൂപ്പ് പ്രൊജക്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യമായിട്ടൊരു ഇതൊന്നും ഇടൂല. എല്ലാരും കൂടെ അത് അവള് ചെയ്യും ഇവള് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കാര്യമായിട്ടൊരു എഫേർട്ട് അതിലിടില്ല അല്ലെ. എപ്പോഴും ലെസ് വർക്കാണ് നമ്മൾ ഇടുക. നമുക്ക് നമ്മുടെ ഒറ്റയ്ക്ക് പ്രൊജക്ട് ആണെങ്കിലോ നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് ഇടും. കാരണം വേറെ ആരും ചെയ്യാൻ വരില്ല, അത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ മാക്സിമം എഫേർട്ട് ഇടും. എന്നാൽ അത് ഗ്രൂപ്പിലോട്ട് വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും അതൊരു പ്രതിഭാസമാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ ചെയ്യുന്നതല്ല, അതൊരു പ്രതിഭാസമാണ്, അതൊരു ഫിനോമിനൻ ആണ്. എന്ത് ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക്
എപ്പോഴും ലെസ് ആയിരിക്കും ദാൻ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ. സോ അതിനെയാണ് സോഷ്യൽ ലോഫിംഗ് എന്ന് പറയാം. ദ എഫക്റ്റ് ഈസ് നോൺ ആസ് സോഷ്യൽ ലോഫിംഗ്. സോഷ്യൽ ലോഫിംഗ് ഫസ്റ്റ് സ്റ്റഡിഡ് ഇൻ ദ ലേറ്റ് 1880s ബൈ മാക്സ് റിംഗിൾമാൻ. അപ്പൊ ആരാണ് സോഷ്യൽ ലോഫിംഗ്? അപ്പൊ എഴുതി വെച്ചോ, ഞാൻ പറഞ്ഞ പേപ്പറിൽ എഴുതി വെച്ചോ, മാക്സ് റിംഗിൾമാൻ ഹൈഫൺ സോഷ്യൽ ലോഫിംഗ്. മാക്സ് റിംഗിൾമാൻ hyphen social laughing. Okay. Researchers have found that people sometimes work extra hard in order to compensate for unmotivated or inept co-workers. അപ്പോൾ റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് ചില ആൾക്കാർ എക്സ്ട്രാ ഹാർഡായിട്ട് കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. ചില കോവർക്കേഴ്സ് കാരണം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ളൊരു നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്തേ പറ്റുള്ളൂ, പക്ഷെ നമ്മുടെ ഗ്രൂപ്പിലുള്ളൊരു ഈ സോഷ്യൽ ലോഫിംഗ് പോലെ ഇരിക്കുകയാണ്, അതായത് വല്ലാണ്ട് കാര്യമായിട്ട് എഫേർട്ട് ഒന്നുമില്ലാണ്ടെങ്കിൽ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യേണ്ടി വരും? എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനെയാണ് സോഷ്യൽ കോമ്പൻസേഷൻ എന്ന് പറയാം. അപ്പൊ അതിനെ സോഷ്യൽ കോമ്പൻസേഷൻ എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും ഒരു ഗ്രൂപ്പിൽ നടക്കുന്ന കാര്യമാണ്. സോഷ്യൽ ലോഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒരു ഫിനോമിനൻ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിൽ അത്ര നമ്മൾ എഫേർട്ട് ഇടില്ല ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യാത്തതുകൊണ്ട് ഒന്നോ രണ്ടോ ആൾക്കാർക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് അതിനെ സോഷ്യൽ കോമ്പൻസേഷൻ എന്ന് പറയും. ക്ലിയർ ആണോ മക്കളെ? സോഷ്യൽ ലോഫിംഗ് ലാപ്ടോപ്പ് ഇവിടെ വാങ്ങാനില്ലേ? റിഫാനൊന്ന് മ്യൂട്ട് ചെയ്യൂ. കുട്ടികളുടെ സർഗാത്മകതയെ വളർത്തുക. റിഫാന മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ എനിക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ. എന്താ പറഞ്ഞേ? അതല്ല എന്തോന്ന് പറഞ്ഞു, എന്നെ വിളിച്ചാണ്, ഞാൻ കേട്ടില്ല. അൺമ്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ. സോ ഇപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത് നമുക്ക് പോവാം. ആറ്റിറ്റ്യൂഡ് അല്ലെ, ആറ്റിറ്റ്യൂഡ് നമ്മൾ പഠിച്ചു. ആറ്റിറ്റ്യൂഡിൽ തന്നെ ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും പഠിച്ചു. ദെൻ ആറ്റിറ്റ്യൂഡ് ഫോർമേഷന്റെ തിയറീസ്, മിയർ എക്സ്പോഷറിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ മോർ എക്സ്പോസ്ഡ് ആവും തോറും നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് വരും എന്നുള്ളത്. ദെൻ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ നമ്മൾ എപ്പോഴും ഒരു കാര്യമായിട്ട് പോസിറ്റീവ്ലി കണ്ടീഷൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരാം. പിന്നെ ഒപ്പാരന്റ് കണ്ടീഷനിങ്ങിൽ എന്താണ് പറഞ്ഞത്? നമുക്ക് എപ്പോഴും നല്ല റിവാർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരും. ഇല്ല നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടും നമുക്ക് അതിനോട് നെഗറ്റീവ് ഔട്ട്കംസ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് റിവാർഡ്, നെഗറ്റീവ് ഒരു ഇതാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ദെൻ സെൽഫ് പെർസെപ്ഷൻ തിയറിയിൽ നമ്മൾ പറഞ്ഞു നമ്മൾ നമ്മുടെ തന്നെ ബിഹേവിയറിനെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക അല്ലെ. ഇപ്പോ നമ്മുടെ ബിഹേവിയർ അതിനോട്ടുള്ള നമ്മുടെ ഒരു ബിഹേവിയർ നല്ലതാണെങ്കിൽ നമുക്ക് അതിനോട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. നമ്മുടെ ബിഹേവിയർ അങ്ങനെയാണ്, വലിയ സുഖമില്ലാത്തൊരു ബിഹേവിയർ ആണ് നമ്മൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിനോട് നമുക്ക് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് ഫോം ചെയ്യാം. ദെൻ ഓവർ ജസ്റ്റിഫിക്കേഷൻ എഫക്ട് നമ്മൾ പറഞ്ഞു. ഒരു കുട്ടി ഓൾറെഡി ഇൻട്രിൻസിക് മോട്ടിവേഷൻ കാരണം അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിന് എക്സ്റ്റേണലി റിവാർഡ് കൊടുത്തിട്ട് ആ ഉള്ള ഇഷ്ടം കൂടെ ഇല്ലാതാക്കുന്നതിനെയാണ് ഓവർ ജസ്റ്റിഫിക്കേഷൻ എഫക്ട് എന്ന് പറയാം. ദെൻ ഇല്യൂഷൻ ഓഫ് ട്രൂത്ത് എഫക്ട്, അത് എത്രയാണ് തെറ്റാവട്ടെ ശരിയാവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ദ ഇൻഫർമേഷൻ നമ്മൾ എപ്പോഴും റിപ്പീറ്റഡ്ലി കേൾക്കുന്ന ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ട് കേൾക്കുന്ന ഒരു ഇൻഫർമേഷൻ നമുക്ക് ശരിയാണ്, അത് അതിനോടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി എടുക്കുന്നതിനാണ് ഒബ്സർവേഷൻ ലേണിംഗ്. സോഷ്യൽ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എന്റെ ആറ്റിറ്റ്യൂഡും അവരുടെ ആറ്റിറ്റ്യൂഡും തമ്മിൽ എങ്ങനെയാണ് എന്നുള്ളൊരു കമ്പയർ ചെയ്തിട്ട് വേറൊരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കമ്പയർ ചെയ്തിട്ട് ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുക. ദെൻ റെഫറൻസ് ഗ്രൂപ്പ്സ് എന്നുള്ളത്. റെഫറൻസ് ഗ്രൂപ്പ്സ് എന്താണ്? നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള, നമ്മൾ വാല്യൂ ചെയ്യുന്ന ഒരാളെ ആ ഒരു ഗ്രൂപ്പിനെ റെഫറൻസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗ്രൂപ്പ് അതാണ് പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അതാണ് പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെ, എങ്കിൽ അത് ശരിയായിരിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റീരിയോ ടൈപ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. സ്റ്റീരിയോ ടൈപ്പ് എപ്പോഴും എന്താണ്? ഒരു ബിലീഫ് ആണ്. ഓക്കെ. ദെൻ നമ്മൾ എങ്ങോട്ട് പോയി? ഗ്ലാസ് സീലിംഗും ഗ്ലാസ് ക്ലിഫും. ഗ്ലാസ് സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രഷൻ കാണുമ്പോൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ആ പെണ്ണിനെ പൊസിഷനിൽ നിന്നും മാറ്റുന്നതിന്, വിമണ പൊസിഷനിൽ നിന്നും മാറ്റുന്നതിനാണ് ഗ്ലാസ് സീലിംഗ്. ഗ്ലാസ് ക്ലിഫ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്കം എപ്പോഴും ഫെയിലിയർ ആണ്, റിസ്കി ആയിട്ടുള്ള ഒരു ഔട്ട്കം ആണ് വരാൻ പോണേന്ന് കാണുമ്പോൾ ഈ പെണ്ണിനെ അല്ലെങ്കിൽ വിമണിനെ നല്ലൊരു വേഗം ആ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലോട്ട് കൊണ്ടിടുക.
അതിനെയാണ് ഗ്ലാസ് ക്ലിഫ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ബോഡി ഭയങ്കര പ്ലഷർ തരുന്നതാണെന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത്. സിംഗിളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരോട് ഉണ്ടാകുന്ന നെഗറ്റീവ് സ്റ്റീരിയോടൈപ്പിനെയാണ് സിംഗിളിസം എന്ന് പറയാം. ദെൻ പ്രെജുഡീസ് എന്താണ്? ഒരു ആറ്റിറ്റ്യൂഡ് ആണ് അല്ലെ, ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് ഒരു സോഷ്യൽ ഗ്രൂപ്പിനോട് ഉണ്ടാകുന്ന നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ അത് ബിഹേവിയറലി നമ്മൾ കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആക്ട് ചെയ്യുന്നതിനെയാണ് ഡിസ്ക്രിമിനേഷൻ. സോ അത്രയും കഴിഞ്ഞു. ദെൻ ഗ്രൂപ്പിലോട്ട് വന്നു. ഗ്രൂപ്പ് ഇത്രേ ഉള്ളൂ, 2 or more ആൾക്കാർ തമ്മിലുള്ള ഇന്ററാക്ഷൻ, ഇത് ഇൻഫ്ലുവൻസ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കണം, അതിനാണ് ഗ്രൂപ്പ് എന്ന് പറയാം. പിന്നെ അവരുടെ ഇടയിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗോൾ അല്ലെങ്കിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം അല്ലെ. ഇപ്പൊ ഗ്രൂപ്പിന്റെ ഒരു ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ അതിൽ റോൾസ് ഉണ്ടായിരിക്കും, അതിനൊരു സ്റ്റേറ്റസ് ഉണ്ടായിരിക്കും, അതിനിടയിൽ ഒരു നോംസ് ഉണ്ടായിരിക്കും, അതിനിടയിൽ ഒരു കൊഹസീവ്നെസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ എന്താണെന്നുള്ളത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ നമ്മൾ സോഷ്യൽ ഫെസിലിറ്റേഷനിലോട്ട് വന്നു. സോഷ്യൽ ഫെസിലിറ്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയാണ് സോഷ്യൽ ഫെസിലിറ്റേഷൻ പറയുന്നത്. മറ്റുള്ള ഒരാളുടെ പെർഫോമൻസിൽ പ്രസൻസിൽ നമ്മുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിനെ അത് എൻഹാൻസ് ചെയ്യും. മറ്റുള്ളവരുടെ പ്രസൻസ് നമ്മുടെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ഇതിലും കാര്യങ്ങളിലൊക്കെ ഓഡിയൻസിനെയൊക്കെ നമ്മൾ വെക്കുന്നത് അല്ലെ. അതായത് മറ്റുള്ളവരുടെ പെർഫോമൻസ് പ്രസൻസ് നമ്മുടെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സാജോങ്ങിന്റെ ഡ്രൈവ് തിയറിയിൽ നമുക്ക് കാണാൻ പറ്റും, ചില സമയത്ത് പ്രസൻസ് എന്താണ് നമുക്ക് അറൗസൽ ഉണ്ടാക്കുന്നത് വഴി മേ ബി നമ്മുടെ പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിനെ ഡിഗ്രീസ് ചെയ്യാം. ഡിഗ്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ ഇൻഹിബിഷൻ ആയിട്ട് മാറും, ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഫെസിലിറ്റേഷൻ ആയിട്ട് മാറും. ദെൻ സോഷ്യൽ ലോഫിംഗ് ഇത്രയേ ഉള്ളൂ. ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ ഓരോരുത്തരും ഇടുന്ന എഫേർട്ട് കുറയും. നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്യും. ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ പകുതി എഫേർട്ട് ഒക്കെ ഉള്ളൂ അതിൽ ഇടുക എന്നുള്ളതാണ്. ഈ പകുതി എഫേർട്ട് ഇടുന്നത് കൊണ്ട് തന്നെ അതിലുള്ള ചിലപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് കൂടുതൽ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും അല്ലെ, കാരണം ഇതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിനെ സോഷ്യൽ കോമ്പൻസേഷൻ എന്ന് പറയും. ആൻഡ് സോഷ്യൽ ലോഫിംഗ് ഫസ്റ്റ് സ്റ്റഡി ചെയ്തത് ആരാണ്? മാക്സ് റിങ്കൽമാൻ. ക്ലിയർ ആണോ? നോക്കി നോക്കൂ. പ്രസൻസ് ഓഫ് അതർ ക്രിയേറ്റ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് an individual performance cannot be evaluated if group performance unimportant to individual. ഇത് ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് വെച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സോഷ്യൽ ഇൻഫ്ലുവൻസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഫ്രീലി കോൺടാക്ട്. ഓക്കെ, താങ്ക് യു.